ശ്രീമദ് ഭാഗവത സത്രം രണ്ടാം ദിവസം മൂന്നാമത്തെ പ്രഭാഷണം. വേദിയിൽ മുരളീധരമാരാർ. പ്രഭാഷണ വിഷയം പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം, ഋഷഭ ഉപദേശം. പ്രഭാഷണം ആരംഭിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാഗവത സപ്താഹം സത്രത്തിൻ്റെ രണ്ടാം ദിവസമായ ഇന്ന് അനവധി ആളുകൾ മഹാന്മാർ പ്രഭാഷണം ചെയ്തു. 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് ഇങ്ങനെയൊരു സത്രം വേണമെന്ന് വിചാരിച്ചത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള മറ്റുള്ള പരിപാടികളാണ് ഇന്ന് സാധാരണ ഓരോരുത്തർ വയ്ക്കാറുള്ളത്, ഡാൻസും മറ്റതും. പക്ഷെ ഇങ്ങനെയൊരു ഭാഗവത സപ്താഹം വേണമെന്ന് തോന്നിയത് ഭഗവാന്റെ വലിയ അനുഗ്രഹമാണ്. കാരണം ഒരാൾക്ക് ഭഗവാന്റെ ഒരു കഥയെങ്കിലും കേൾക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയ പുണ്യമാണ്. ഋഷഭ ഉപദേശത്തിലൊക്കെ ഇനി പറയാൻ പോകുന്നുണ്ട്, നമ്മൾ മാത്രം ചെയ്താൽ പോരാന്നാണ്, മറ്റുള്ള ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കും കൂടിയും വേണം, എന്നാലേ അത് പൂർണ്ണമായിട്ട് തീരുള്ളൂ. ഇവിടെ അതനുസരിച്ചാണ് ഒക്കെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സമാധാനം ഭഗവാന്റെ അടുത്ത് ഇരിക്കുമ്പോൾ എന്താണെങ്കിൽ, മൂഢോ വദതി വിഷ്ണായ വിദ്വാൻ വദതി വിഷ്ണവേ, ഉഭയോസ്തു ഫലം തുല്യം ഭാവഗ്രാഹി ജനാർദ്ദന എന്നാ പറയുക. അങ്ങനെയൊക്കെയാണ് പറയാന്നല്ല, അങ്ങനെ സംശയമായിട്ടൊന്നും പറയാൻ പാടില്ല. അങ്ങനെയാണ്. എങ്ങനെയാ? വലിയ അറിവുള്ള ആളുകളൊക്കെ വിഷ്ണായാന്ന് പറയുന്ന, അതെന്താ കാരണം? അറിവില്ലാത്ത ആളുകൾ. കാരണം ഒരു അമ്പലത്തിൽ പോയപ്പം ഒരു വല്യമ്മ തൊഴുത്ത് നമസ്കരിക്കുക, വിഷ്ണായ നെല്ലി നമസ്കരിക്കാൻ പുറപ്പെടുക. അപ്പോഴാണ് അങ്ങേപ്പുറത്ത് കുറച്ച് സംസ്കൃതമൊക്കെ പഠിച്ചൊരാളുണ്ട്. പറഞ്ഞു, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം കൃഷ്ണായ എന്ന് പറയാ, വിഷ്ണുവിനെ പറ്റി പറയുമ്പം വിഷ്ണവേനെ പറയാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പുറത്തുനിന്ന് കൃഷ്ണായ എന്ന് എഴുതി നമസ്കരിച്ചു എന്നാണ്. അപ്പം ഇത് രണ്ടും കൂടി നോക്കിയ സമയത്ത് അങ്ങേപ്പുറത്ത് ഇത് കേൾക്കുന്ന ഒരാളുണ്ട്. വിഷ്ണവേന്ന് പറയാൻ പാടുള്ളൂ, വിഷ്ണായ എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഭഗവാൻ ഇതൊക്കെ കേട്ടു. ഉഭയോസ്തു ഫലം തുല്യം. ഇത് രണ്ട് ചൊല്ലി നമസ്കരിച്ച ആൾക്കും ഒരേ ഫലം കിട്ടിയെന്നാണ്. അതെന്താ കാരണം? ഭാവഗ്രാഹി ജനാർദ്ദന. ഭഗവാൻ എങ്ങനെയാണ് അറിയോ? ഭാവഗ്രാഹിയാണ്. ഉള്ളു മാത്രമേ നോക്കുള്ളൂ. നമുക്ക് എല്ലാവരും പുറമോടിയാണ് നോക്കുക. എല്ലാവരുടെ സ്വഭാവം അങ്ങനെയാണ്. നല്ലോണം ഉടുത്തൊടുങ്ങി വന്നാൽ പണക്കാരനാണ്, ധാരാളം പണ്ടം കെട്ടി വന്നാൽ ഓ തിരക്കടില്ല, നല്ലോണം പണം ഉണ്ടോ ഓ കേമൻ, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ എഴുതി വെച്ചിട്ടുണ്ടാവോ ഇന്നയാൾ ഭക്തനാണ്, ഭഗവാൻ ഇഷ്ടമുള്ള ആളാണോ ഈ ആളെന്ന് ദേഹത്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവോ? എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം ഭഗവാൻ അറിയാൻ സാധിക്കും. എന്ത്? ഭാവഗ്രാഹി. ഉള്ളു നോക്കും ഭഗവാൻ. ഏത് തരത്തിലാണ്, എങ്ങനെയാണ്, ഭാവമാണ് നമുക്ക് പ്രധാനം. അത് ഈ കഥ കേൾക്കുമ്പോഴൊക്കെ എങ്ങനെയാണ്? ഭാവം ഉണ്ടാവണം എന്നാണ്.
എങ്ങനെ ഈ ഭാവം വരിക? അഹംഭാവമല്ല, ഭാവം ഒരു താരതമ്യം ചെയ്യുക, അതിനോടായിട്ട് താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയും. രാധാദേവിയൊക്കെ ഇടയ്ക്ക് ഭാവത്തിലിരിക്കാറുണ്ട് എന്നാ പറയുക. അങ്ങനെ ഭാവത്തിലിരിക്കുക. നമുക്കും രാധാദേവി ആവാനൊക്കെ സാധിക്കും, നമുക്ക് പ്രഹ്ലാദനാവാൻ സാധിക്കും, ധ്രുവനാവാൻ സാധിക്കും, എല്ലാം നമുക്ക് സാധിക്കും. പക്ഷെ എങ്ങനെ വേണം? ഭാവം ഉണ്ടാവണം. ആ ഭാവത്തോടു കൂടി ഇരിക്കുമ്പം കണ്ണനൻ നാസയിൽ മൂക്കുത്തി ഞാനായി എൻ കണ്ണൻ വന്നു വസിക്കുമെങ്കിൽ. രാധാദേവി ഭാവത്തോടു കൂടി പറയാണ്, എൻ്റെ മൂക്കുത്തിയിലെ ആ തൂങ്ങിക്കിടക്കുന്നതായിട്ട് എൻ്റെ കണ്ണൻ വന്നിരുന്നു വെച്ചാൽ ആസ്വദിക്കാൻ എപ്പോഴും എൻ്റെ ചുണ്ടുകൾക്ക് ആവുമായിരുന്നല്ലോ എന്ന് ചോദിക്കുക. ഇതങ്ങനെ ഇരുന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. കണ്ണൻ കറുപ്പാണൻ കേശം കറുപ്പാണ്, അല്ലേ? ഭഗവാന്റെ നിറം കറുപ്പാണ്, എൻ്റെ തലമുടിയുടെ നിറം കറുപ്പാണ്. ആ തലമുടിയായിട്ട് ഭഗവാൻ വന്നിരുന്നുവെങ്കിൽ നല്ലോണം എത്ര ആളുകൾ എത്ര നേരം തലമുടി നേരാക്കാൻ ഇരിക്കുകയല്ലേ? രാവിലെ ആയ 2 മണിക്കൂറും 3 മണിക്കൂറും. പക്ഷെ ഈ ഭാവത്തോടു കൂടി ഇരിക്കണം. എൻ്റെ തലമുടി ഭഗവാന്റെ നിറാണ്, ഭഗവാനാണ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭാവത്തോടു കൂടി നല്ലോണം എത്ര നേരം വേണമെങ്കിലും നോക്കൂ, ആ ഭാവം വന്നു അവിടെ. കണ്ണനൻ കൈകളിൽ വളകളായിട്ട് വന്നാൽ ആലോചിച്ച് നോക്കൂ, അതിങ്ങനെ കിലുക്കിയിട്ടിങ്ങനെ നടക്കാനാ. ഇതൊക്കെ ഭാവം. ആ ഭാവത്തോടു കൂടി നമ്മൾ ഇരുന്ന് കേൾക്കണം. നമ്മളിപ്പോൾ മുമ്പ് ധ്രുവന്റെ കഥ കേട്ടതല്ലേ? എന്താ ധ്രുവൻ എന്ന് പറഞ്ഞാൽ? ഉറപ്പുള്ള ആളാ, നല്ല ഉറപ്പുള്ള ആള്. നമുക്ക് ആ ധ്രുവനാവാൻ സാധിക്കും. ഉറപ്പുള്ള ആളാണ് 6 മാസമേ വേണ്ടൂ എന്നാ. അല്ലാതെ ഒരു ധ്രുവൻ 6 മാസം കൊണ്ട് ഭഗവാനെ പ്രാപിച്ചു പോയി എന്നല്ല അതിൻ്റെ താല്പര്യം. നമ്മുടെ മനസ്സിന് എത്രത്തോളം ഭഗവാനിലേക്ക് ഉറപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ 6 മാസം വേണ്ട, ഒരു നമസ്കാരമേ വേണ്ടൂ ഭഗവാനെ പ്രാപിക്കാൻ. ആ ധ്രുവന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ഇവിടെ വിദുര മൈത്രേയ സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മൈത്രേയ മഹർഷിയോട് വിദുരർ ചോദിച്ചു, പ്രചേതസ്സുകളുടെ സദസ്സിൽ വെച്ചിട്ട് ധ്രുവചരിതം പാടി എന്നാണ് പറഞ്ഞത്. അതാ അവർക്കാ പറഞ്ഞു കൊടുത്തത്. ആ കഥയപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പം ആരാണ് പ്രചേതസ്സുകൾ എന്ന് ചോദിച്ചപ്പോഴാണ് അവിടുന്ന് ഇങ്ങോട്ടുള്ള ആരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ആ പുറപ്പാട്. കേതേ പ്രചേതസോ നാമ. അങ്ങനെ ആരാണ് ഈ പ്രചേതസ്സുകൾ? അപ്പം അതിന് പറയാൻ വേണ്ടിയിട്ട് അങ്കൻ എന്ന് പറഞ്ഞ ഒരു മഹാരാജാവിൻ്റെ കഥയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ അങ്കൻ ധ്രുവൻ്റെ വംശത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മഹാരാജാവാണ്. അദ്ദേഹം കുട്ടികളൊന്നുമില്ല, ഒരു അശ്വമേധയാഗം ചെയ്യാൻ പുറപ്പെട്ടു എന്നാണ്. അങ്കോ അശ്വമേധം രാജർഷി ആജഹാര മഹാക്രതു എന്നാ ആജക്മുറു ദേവത. ദേവന്മാരൊന്നും വന്നില്ല എന്നാ. അതെങ്ങനെ മനസ്സിലായി? യാഗം ചെയ്യുമ്പം ഇപ്പോഴത്തെ പോലെയല്ല. അപ്പം നമ്മൾ ഹോമിച്ചാൽ അങ്ങോട്ട് ഹോമിക്കൽ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മളങ്ങോട്ട് സങ്കല്പിക്കുക, ഭഗവാൻ വന്നു, അഗ്നി സ്വീകരിച്ചു, ഇന്ദ്രൻ സ്വീകരിച്ചു, നമ്മളങ്ങോട്ട് വിചാരിക്കണം. സ്വീകരിക്കും ചെയ്യും, ഇല്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ പണ്ടത്തെ കാലത്ത് അങ്ങനെയല്ലായിരുന്നു. അതിനുള്ള മനഃശക്തിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോവില്ലേ? നമ്മൾ ആരും പറഞ്ഞേച്ചാൽ പോവില്ല, നമ്മൾ തന്നെ പോകണ്ടേ? അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് നമ്മൾ എല്ലാവരെയും കാണും. ഇതുപോലെ യാഗമൊക്കെ ചെയ്യുന്ന സമയത്ത് ദേവന്മാർ നേരിട്ട് വരുന്ന, ഇന്ദ്രൻ വരും, വരുണൻ വരും, അഗ്നി വരും, എല്ലാവരും വരും. നേരിട്ട് തൻ്റെ ഭാഗം സ്വീകരിച്ചു പോയിക്കൊണ്ടിരുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ നാജക്മോ ആരും വന്നില്ല, ഒരു ദേവതമാരും വന്നിട്ടില്ല എന്നാ. അപ്പോൾ സംശയമായി, എന്താ ദേവതമാരൊന്നും വരാതിരിക്കാൻ കാരണം? വലിയ വലിയ മഹർഷീശ്വരന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠരാണ് ഈ യാഗം ചെയ്യിപ്പിക്കുന്നതൊക്കെ. എന്താ വരാതിരിക്കാൻ? രാജൻ ഹവിംസി അതുഷ്ടാനി. ദുഷ്ടമുള്ള ഹവിസൊന്നല്ല, നല്ല പണിയപ്പം നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടാനേ. മായ ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഭഗവാന് ഇപ്പോൾ അഭിഷേകം ചെയ്യാൻ മിൽമാപാൽ കൊണ്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ
പൂക്കളാണിച്ചാൽ ഞാൻ പറയുന്നില്ല, അവിടെ ട്രെയിനിലൊക്കെ എവിടെ ഇട്ടിട്ട് കൊണ്ടുവരിക എന്ന് പറയാൻ സാധിക്കില്ല. അപ്പം നല്ല സാധനങ്ങൾ കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ സാധനങ്ങളൊന്നും മോശമുള്ളതൊന്നല്ല, നല്ല സാധനങ്ങളാണ്. മാത്രമല്ല ഞങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ള യാഗങ്ങളൊക്കെ. അതുമല്ലാതെ ഛന്ദാംസി അയാതയാമാനി, ഞങ്ങൾ ഈ വേദം ചൊല്ലുമ്പോഴേ കുറേ ശ്രദ്ധിക്കാനുണ്ട്, നല്ലോണം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അർത്ഥമൊക്കെ മാറിപ്പോകുന്ന. സാധാരണ പക്ഷെ മലയാളം പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലാത്ത അർത്ഥം മാറിപ്പോകും. പിന്നെ ഈ വേദങ്ങളൊക്കെ അത് സ്വരങ്ങൾ ഇങ്ങനെ ഓരോ ആരോഹണം അവരോഹണം എന്നൊക്കെ പറഞ്ഞ് കുറേ അതിൽ തന്നെ വരണം, ഇല്ലെങ്കിലൊക്കെ. അപ്പം അത് തെറ്റിയിട്ടാണ് ഇവർ വരാതിരിക്കേണ്ടത്, അതും വിചാരിക്കാൻ വയ്യ. കാരണം ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല വണ്ണം വരുത്തണേ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ചെയ്യുന്ന എന്നും പ്രാർത്ഥിക്കും, നല്ല വണ്ണം വരുത്തണേ, നല്ല വണ്ണം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ച് ആ വാതിലും ഇങ്ങോട്ട് കടക്കാൻ വയ്യാതെ എന്താ ലേശം ആ നല്ല വണ്ണം വരുത്തണേ എന്നായിപ്പോയി. ഭഗവാൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഈ മലയാളം പറയുമ്പോൾ പോലും നമുക്കൊരാൾ പൈസ തരാണ്ട് വിചാരിക്കുക, നമ്മൾ പറയാം എന്താ പറയുക, കുറേ കാലം നമ്മളെ കാണാതെ മുങ്ങി നടന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ ഈ അത് തരാതെ വിട്ടു പോവും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പോകുന്ന ഇവിടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പോവില്ല എന്നർത്ഥം. അത് തരാടപ്പോൾ വിട്ടു പോവും എന്ന് പറഞ്ഞാൽ പോവില്ല എന്നാണ്. എന്നാൽ പോവില്ല എന്ന് അർത്ഥമുണ്ടോ പോകുമെന്ന് പറഞ്ഞാൽ? ഇല്ല. മലയാളം പറയുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ വേദങ്ങളെ സ്ഥിതി പറയാനുണ്ടോ? അങ്ങനെയല്ലേ വൃത്രാസുരനൊക്കെ ഉണ്ടായത്. അപ്പോൾ അത് തെറ്റിയിട്ടാണ് എന്ന് വിചാരിക്കാനും വയ്യ. പിന്നെ അങ്ങ് ഈ സാധനങ്ങളൊക്കെ സംഭരിച്ചിട്ടില്ലേ, അതും വളരെ ശ്രദ്ധിച്ചിട്ടാണ്. അതും ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം എവിടെ ഒരു കുഴപ്പം ഞങ്ങൾക്കിത് കാണാനില്ല. ദേവതമാർ വരാതിരിക്കാനുള്ള കാരണം സാധാരണ മൗനവ്രതാണ് പതിവ്. പക്ഷേ ആ മൗനവ്രതമൊക്കെ തെറ്റിച്ചു. ഇതെന്താ മനസ്സിലാവണമല്ലോ. ഈ സദസ്യര് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മുമ്പേ കുറേ ആൾക്കാരിങ്ങനെ കാണാതിരിക്കുന്നു, അപ്പം അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ വാസ്തുബലി ഇതൊക്കെ നടത്തുന്ന സമയത്ത് കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എന്നാൽ മുമ്പത്തെ സദസ്സും അങ്ങനെയൊന്നല്ല. സദസ്യരെന്ന് പറഞ്ഞാൽ ഒന്നാം തരം മഹാബ്രാഹ്മണരാണ്, നല്ല 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 വിവരമുള്ള എല്ലാം അറിയുന്ന ആളുകളാണ് ആ സദസ്യര്. അവിടുന്ന് അവിടെ എണീറ്റ് ചോദിച്ചു എന്നാണ്, എന്താ അപ്പം ഇങ്ങനെ ദേവതമാർ വരാതിരിക്കാൻ കാരണം? ഞങ്ങൾ വേണ്ട പോലെയൊക്കെ ആണല്ലോ ചെയ്യണത്. ആ സമയത്ത് പറഞ്ഞു, സദസ്യരൊക്കെ കൂടി പറഞ്ഞു, അങ്ങേക്ക് ഒരു മഹാപാപമുണ്ട്. ഇപ്പോഴത്തെ അല്ല, മുമ്പേത്തെയാണ്. അതുകൊണ്ടാണല്ലോ അങ്ങക്ക് കുട്ടികളില്ലാതെ ഇരിക്കാൻ കാരണം. എന്തോ ഒരു പാപം മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് ആദ്യം ഭഗവാനെ സേവിക്കും, ഒരു ഉണ്ണി ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കും, അതിനൊരു യാഗം ഒരു അവിസ് കൊടുക്കും, എന്നാൽ ഉണ്ണി ഉണ്ടാവും, ഇതൊക്കെ നേരെയാവും ചെയ്യുമെന്നും പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഇദ്ദേഹം വളരെ ഭക്തിയോടുകൂടി ആ ബ്രാഹ്മണരോട് പറഞ്ഞിട്ട് ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അതിനനുസരിച്ച് തസ്മാൽ പുരുഷ ഉത്ഥസ്ഥോ ഹേമമാല്യമലാംബര ഹിരൺമയേണ പാത്രേണ സിദ്ധമാദായ പായസം. നല്ല സ്വർണ്ണ പാത്രത്തിൽ ഒരു പായസമായിട്ട് ഭഗവാനെ പോലെ ഒരാൾ അവിടെ ഇങ്ങോട്ട് വന്നു. ഇത് കൊടുക്കൂ, ഭാര്യയ്ക്ക് കൊടുത്തോളൂ, ഇത് കഴിച്ചോളൂ, ഉള്ളിലൊക്കെ ഉണ്ടാവും, വേണ്ട പോലെ. പക്ഷേ ഇത് കിട്ടിയ സമയത്ത് ഈ പത്നി എന്ത് ചെയ്തു? അവഖ്രായാന്നാണ് പറഞ്ഞത്, വാസനിച്ചിട്ട് കഴിച്ചു എന്നാണ് പറയുക. അതൊരു ദോഷമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. കാരണം വാസനിച്ച് കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ കിട്ടിയാൽ വാസനിക്കാൻ പാടില്ല, അത് നിർമ്മാല്യമായി. പിന്നെ ഇപ്പം തടപ്പള്ളിയിൽ സാധനങ്ങളുണ്ട്, പായസം ഭഗവാൻ നേദിക്കാനുണ്ടാക്കി, വാസനിച്ച് നോക്കിയാണല്ലോ? ഇല്ല, അത് കൊടുക്കാൻ പറ്റില്ല. പിതൃക്കൾക്ക് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണോ, വാസനിക്കാൻ പാടുമോ? വാസനിക്കാൻ പാടില്ല. അത് പിന്നെ ഒരാൾക്ക് കൊടുക്കും, വാസനിച്ച് കഴിഞ്ഞാൽ വേറൊരാൾക്ക് കൊടുക്കാൻ വന്നല്ല. പിന്നെ രണ്ടാമതൊരു കാര്യം, സ്വാദ് നോക്കരുത്. നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഉപ്പുണ്ടോ നോക്കാറില്ലേ എല്ലാവരും? ആദ്യം എന്താ നോക്കുക? കൂട്ടാണ്ടാക്കി അതിന് ലേശം എടുത്ത് കഴിയും, ഒറ്റ നക്കല ഇല്ലേ? ഉപ്പുണ്ടോ നോക്കുക പാടില്ല. എന്താ കാരണം എന്നറിയോ? ഉപ്പുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വേറൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. നിർമ്മാല്യായി അത് ഭഗവാനാണ്, ജഠരാഗ്നി രൂപത്തിലിരിക്കുന്ന ആ ഭഗവാനാണ് നമ്മൾ ആർക്കും കൊടുക്കുകയാണെങ്കിലും കൊടുക്കുന്നത്.
സത്യാവസ്ഥയിലാണ്. നമ്മൾ കണക്കാക്കിയോ ഇല്ലയോ എന്ന് വേറെ വിഷയം, പക്ഷെ അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ നമ്മൾ ഇത് സ്വാദ് നോക്കി കൊടുക്കുമ്പം പിന്നെ എന്തായി അത് കൊടുക്കൽ? അത് കൊടുക്കാൻ പാടില്ല. അപ്പം ഇങ്ങനെയൊക്കെ ചില നിയമങ്ങൾ ഉണ്ടാവും. അതാവും കാരണം. ഏതായാലും ഉണ്ണി ഉണ്ടായത് അധർമാംശോത്ഭവം മൃത്യും തേനാഭവതധർമ്മിക മാതാമഹമനുവ്രത. മാതാമഹനോട് സാമ്യമുള്ള ആളാണ് എന്നാണ് പറഞ്ഞത്. ആരാ മാതാമഹൻ? അമ്മയുടെ അച്ഛൻ. അമ്മയുടെ അച്ഛൻ ആരാ? സുനീതയാണ്. സുനീത ആരുടെ മകളാണ്? കാലൻ്റെ മകളാണ്. അപ്പം കാലനോട് സാദൃശ്യമില്ല ആളായി തീർന്നു. അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിക്കാലത്തൊക്കെ അമ്മാത്തൊക്കെ പോയി നിൽക്കാറുണ്ടല്ലോ, അപ്പോഴും ഉണ്ടാവും. അപ്പം അമ്മയുടെ വീട് എവിടെയാണ്? സംയമനി അവിടെയാണ്. അപ്പം അവിടെ പോയി നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് കാണാൻ തരാവുക? ഇതൊക്കെ നല്ലോണം കാണാൻ തരാവും. എണ്ണയിലിട്ട് പൊരിക്കുന്നതും മുക്കി കൊല്ലുന്നതും കുത്തി കീറുന്നതും അതങ്ങോട്ട് പഠിച്ചു. മാതാമഹ അനുവ്രത, അതിനനുസരിച്ച് സ്വഭാവമായി. അതും മാത്രമല്ല, പിന്നെ ഈ അധർമാംശോത്ഭവം, ഒരു അധർമ്മമുണ്ട്, അതുകൊണ്ടാണ് ഉണ്ണി ഇല്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ അധർമ്മത്തിൻ്റെ ഒരു അംശം കൊണ്ടുണ്ടായ ഉണ്ണി ആയതുകൊണ്ട് ആ തരത്തിൽ അങ്ങോട്ട് തീർന്നു. ദുഷ്ടത്തരൊന്നും പറഞ്ഞാൽ തീരില്ല. അത്രയും ദുഷ്ടന്മാർ, അതായത് എല്ലാ തരത്തിലും ആളുകളെ ഉപദ്രവിച്ചു. കുട്ടികളെ ആവുന്ന സമയത്ത് 4, 5, 6, 7 വയസ്സാവുന്ന സമയത്ത് കുട്ടികളെയൊക്കെ കൂട്ടുകാരെ കൂട്ടിക്കൊണ്ടുപോകും. വെള്ളത്തിൽ പിടിച്ച് അങ്ങോട്ട് മുക്കും. അവർ വെള്ളം ശ്വാസം കിട്ടാതെ അങ്ങോട്ട് മരിക്കും. എല്ലാവരും കൂടി രാജാവിനോട് പോയി പറഞ്ഞു, എന്താ നീ ഇങ്ങനെ ചെയ്തത്? അപ്പോൾ പറഞ്ഞു, മുങ്ങിച്ചാവുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എത്ര നിസ്സാരമല്ലേ? മുങ്ങിച്ചാവുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുക്കി കൊല്ലണത്. ഒരു നിവൃത്തിയില്ലാതെയായി എല്ലാ തരത്തിലും ഉപദേശിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ആളുകളൊക്കെ നമ്മൾ നന്നായിട്ടൊന്നും കാര്യമില്ല. നമ്മളെ മക്കൾ നന്നായില്ലെങ്കിൽ ആളുകളോടൊക്കെ വിരോധം ഉണ്ടാവുന്ന. അതെങ്ങനെയാണ് വിരോധം ഉണ്ടാവുക? നമ്മളെ മക്കൾ എല്ലാവരോടും ഉപദ്രവം ചെയ്യും. ആ സമയത്ത് നമ്മളോട് വന്ന് പറയും, നമ്മൾ കുറേ ഉപദേശിക്കും, കാര്യമില്ലെങ്കിൽ ആ നമ്മളോട് തന്നെ എല്ലാവർക്കും വിരോധമാവും. ഇവിടെ രാജാവിനോടൊക്കെ എല്ലാവർക്കും വിരോധമായി. കാരണം മകൻ ഇങ്ങനത്തെ ഒരാളാണ്. പക്ഷെ രാജാവ് കുറേ ഉപദേശിച്ചിട്ട് നേരെയായില്ല എന്ന് കണ്ടപ്പം രാജാവ് വിചാരിച്ചു, ഉള്ളിൽ ചില വിചാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അദ്ദേഹം എന്താ വിചാരിച്ചതറിയോ? കല്യാണം കഴിഞ്ഞിട്ട് ഇന്നത്തെ നേരെ വിപരീത വിചാരിച്ചത്. കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതിരിക്കുക നല്ലത്. എന്താ, കുട്ടികളുണ്ടായാൽ ഇപ്പം എല്ലാവർക്കും കുട്ടികൾ ഉണ്ടാവണം എന്നാ. പക്ഷെ ഇത് കുട്ടികളില്ല, ഉണ്ടായ കുട്ടി ഇങ്ങനെയായി തീർന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഭഗവാൻ എന്നോട് എത്രയാണ് അനുഗ്രഹിച്ചതെന്നറിയോ? ഇല്ലാതിരുന്നാൽ, പക്ഷെ ഇനി ഇപ്പോഴും അനുഗ്രഹിച്ചു ഭഗവാൻ. ഇനി അഥവാ കുട്ടികൾ ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ഈ ചീത്ത ഉണ്ണി ഉണ്ടായാൽ മതി എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? നല്ല ഉണ്ണിയായാൽ മക്കളെക്കാട്ടിലും ഇഷ്ടം ആരോടാവും? മക്കളോടാവുന്ന ശാസ്ത്രമൊക്കെ പറയണത്. അപ്പം അങ്ങനെ പോയി ഇത് ലാളിച്ച് 60 കഴിഞ്ഞാലും 70 കഴിഞ്ഞാലും എങ്ങോട്ടും പോവില്ല, അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. കുടുംബത്തിൽ ആസക്തിയായിട്ട് അങ്ങനെ ഇരിക്കും. അപ്പോൾ ഉണ്ണി ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ഒരു ഉണ്ണിയാണെങ്കിൽ, ബന്ധുകാരിയൊക്കെ ഉണ്ടായപ്പോൾ പറഞ്ഞില്ലേ, അടി കിട്ടിയപ്പോൾ മനസ്സിലായി. ഇതേപോലെ ദുർനടപ്പുകാരിയായിരിക്കുന്ന ഉണ്ണി ഉണ്ടായപ്പം അദ്ദേഹത്തിന് വിവേകം വന്നു, വിഷയവൈരാഗ്യം വന്നു. ഇതിനൊക്കെ എളുപ്പാട്ടോ, ചീത്ത കുട്ടികളുണ്ടായാൽ പെട്ടെന്ന് വിഷയവൈരാഗ്യം വരും. അദ്ദേഹം ഒരു രാത്രി ഈ പറയാൻ പറഞ്ഞ എഴുത്തെഴുതി വെച്ചു എന്നൊക്കെ പറയും. അതെന്തെങ്കിലും എഴുക്കോട്ടെ, എഴുതുക. ഇനിയിപ്പോൾ മറ്റെല്ലാവർക്കും മനസ്സിലാവും. ഭാഗവത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറഞ്ഞത്? ഈ മാതിരി ചില ആൾക്കാർ പറയും പാട്ട് പാടി എന്നൊക്കെ പറയും, ഏതായാലും കവിത എഴുതി എന്നൊക്കെ പറയും. എന്തായാലും കാര്യം നമുക്ക് മനസ്സിലാക്കാം. എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ പോവുകയാണ്. രാവിലെയായി മഹാരാജാവിനെ കാണാനില്ല. എല്ലാവരും കുറേ ദിക്കിൽ അന്വേഷിച്ചു, തിരിച്ചെത്തി, ആരും കാണാതെ. ആ സമയത്താണ് ഇദ്ദേഹം ഇങ്ങനെ വളർന്നു വരുന്നു, ദുഷ്ടനായിക്കൊണ്ട്. ചിന്തിച്ചു, ഇതെന്ത് ചെയ്യും? ഇവിടെ രാജാവില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. രാജാവ് ഇവരൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നോക്കി നടക്കാൻ, ശിക്ഷിക്കാനൊക്കെ ഒരു നിയമങ്ങളൊന്നും ഇല്ലെങ്കിൽ, ഈ നിയമങ്ങൾ എന്തിനാ അറിയോ? നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അധർമ്മങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ നിയമങ്ങളൊന്നും ഇല്ലാതെ ആയാൽ, രാജാവില്ലാതെ ആയാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. കള്ളന്മാരൊക്കെ വന്ന് എല്ലാ ദിക്കിലും കയ്യേറി
രാത്രി ആയാൽ അല്ല സന്ധ്യയ്ക്ക് അല്ല പകലായാലും ഒന്നും കുട്ടികൾക്കും സ്ത്രീകൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ വയ്യാതെ വല്ലാത്ത ബുദ്ധിമുട്ട്. ഇങ്ങനെയായ സമയത്ത് മാത്രമല്ല ഈ മഹർഷിമാർ വിചാരിച്ചു, കാരണം നമ്മളും ഇതിലൊരു പങ്കാളിയാണല്ലോ, നമ്മൾ ഇവിടുത്തെ പ്രജയല്ലേ, നോക്കണ്ടേ, നമ്മളല്ലേ ഉപദേഷ്ടാക്കൾ. ഉപദേശിച്ചു, ഈ ഇദ്ദേഹത്തെ പിടിച്ച് രാജാവാക്കിന, ധ്രുവൻ്റെ വംശത്തിലുള്ളതല്ലേ, ഇനിയിപ്പോൾ ഏതായാലും രാജാവായാൽ നേരെയാവും എന്നൊക്കെ വിചാരിച്ച് രാജാവാക്കിയ സമയത്ത് അധികാരം കൂടി കയ്യിൽ കിട്ടിയ സമയത്ത് ന യഷ്ടവ്യം ന ദാതവ്യം ന ഹോതവ്യം ദിജാക്കുതിൽ പെരുമ്പറ കുത്തി അങ്ങോട്ട് മുഴക്കാൻ തുടങ്ങി. വിളിച്ചു പറയിപ്പിച്ചു എല്ലാവരെ കൊണ്ടും, ആരും ഹോമം കഴിക്കരുത്, ആരും യാഗം കഴിക്കരുത്, ആരും നാമം ജപിക്കരുത്, സൽക്കർമ്മങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെ വിളംബരം ചെയ്തു എന്നാണ്. ഇങ്ങനെയൊക്കെ ആയ സമയത്ത് മഹർഷീശ്വരന്മാരൊക്കെ വിചാരിച്ചു ഇങ്ങനെയായാൽ ശരിയാവില്ല. കാരണം എന്താ അറിയോ, നമ്മൾ ഇതിനൊരു പങ്കാളിയെ രാജാവാക്കിയത് നമ്മളാണല്ലോ, അപ്പോൾ ഇതിനൊരു ഉത്തരവാദിത്വം നമ്മൾക്കുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഉപദേശിച്ച് നോക്കുക എന്നുള്ള നിലയ്ക്ക് ഗംഭീരമായിട്ട് അങ്ങോട്ട് ഉപദേശിച്ചു എന്നാണ്. അതെ, ഇങ്ങനൊന്നും ആയാൽ നേരെയാവില്ല, ഭഗവാന്റെ അങ്ങ് ധ്രുവൻ്റെ വംശത്തിലുള്ള ആളല്ലേ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണ്ടേ, എന്നാലേ ഒക്കെ നേരെയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു നോക്കിയില്ല. അപ്പോഴാണ് വേനൽ ഇതൊക്കെ കേട്ടപ്പോൾ എന്ത് പറഞ്ഞു പറയും, ബാലിശാപത യൂയമ്മ അധർമ്മേ ധർമ്മമാനിന, നിങ്ങളൊക്കെ നേരെ വിപരീതമാണല്ലോ വിചാരിക്കുന്നത്, അധർമ്മത്തെ അധർമ്മം എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ ചെയ്യണത് അധർമ്മമാണ്. എന്നിട്ട് ധർമ്മം എന്താ അധർമ്മം എന്നാണെങ്കിൽ യേ വൃത്തികം പതിം ഹിത്വ ജാരം പതിം ഉപാസത്തെ, അതാ അധർമ്മം. ഒരു ഭാര്യ തൻ്റെ ഭർത്താവ് അടുത്തിരിക്കുമ്പോൾ മറ്റൊരു പുരുഷനെ ചിന്തിച്ചു കൊണ്ടിരിക്കുക, അതുപോലെയല്ലേ നിങ്ങൾ ചെയ്യണത്. നിങ്ങളുടെ രാജാവ് ഞാനാണ്, എനിക്ക് വേണ്ടതൊന്നും ചെയ്യാതെ നിങ്ങൾ വേറൊരാളാണ് രാജാവ്, അദ്ദേഹത്തെ പൂജിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതുപോലെയാണെന്നാ. മാത്രമല്ല ഇനിയിപ്പം നിങ്ങൾക്ക് പൂജിക്കണ വെച്ചാൽ എല്ലാ ദേവന്മാരും രാജാവിലുണ്ടല്ലോ, വിഷ്ണു, വിരിഞ്ചോ, ഗിരീശ, ഇന്ദ്രോ, വായു, ഇതൊക്കെ ഈ രാജാവിൻ്റെ ശരീരത്തിൽ ഉണ്ടെന്നാ. അപ്പം ആ നിലയ്ക്കും നിങ്ങൾക്ക് എന്നെ പൂജിക്കണം, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, എന്നെ പൂജിച്ചോളൂ. ഇത്രയൊക്കെ അങ്ങോട്ട് പറഞ്ഞ സമയത്ത് പുച്ഛിച്ചു ആ മഹർഷീശ്വരന്മാരെ പുച്ഛിച്ചപ്പം എന്താ നീ പറയണത്, ഹൂം കൃതം, ഒരു ഹൂം എന്നൊരു ശബ്ദം ഉണ്ടാക്കിന. ആ ശബ്ദത്തോടു കൂടി ഹതം അച്യുത നിന്ദയാം, വേനൻ മരിച്ചു വീണു. അതെന്താ കാരണം അറിയോ, ഹൂംകൃതത്തിൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, അച്യുത നിന്ദയാ, അതിനെ വിസ്തരിച്ച് പറയണു. അച്യുതനെ നിന്ദിച്ചു, ഇവിടെ നിന്ദിച്ചുകൊണ്ട് കുറേ സംസാരിച്ചു, അതുകൊണ്ട് വേനൻ മരിച്ചു വീണുന്ന. പക്ഷേ ഈ സുനീത പാലയാമാസ, ഈ അമ്മ, വേനൻ്റെ അമ്മ എന്ത് ചെയ്തു, ശരിക്കും സാധാരണ മരിച്ചു വീണ എന്താ പതിവ്, മരിച്ചു വീണാൽ ബാക്കി കർമ്മങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ എങ്ങനെയല്ല, എണ്ണത്തോണിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെച്ചു എന്നാ. ഉള്ളിൽ നിന്ന് ആരോ അത് ചെയ്യാൻ പ്രേരിപ്പിച്ചു ഈ അമ്മയെ, അതനുസരിച്ച് ചെയ്തു. മഹർഷീശ്വരന്മാർ വന്ന സമയത്ത് ഏകദേശമൊക്കെ മനസ്സിലായി കാര്യങ്ങളൊക്കെ, അവർ എല്ലാം അറിയുന്ന ആളുകളാണല്ലോ, അവർക്ക് മനസ്സിലായി ഇങ്ങനെ അവർ ഉള്ളിൽ നിന്ന് ഇങ്ങനെ തോന്നലാണ്. അപ്പം എന്ത് ചെയ്തു, വേഗം ആ തൊട അങ്ങോട്ട് കടഞ്ഞു എന്നാ. തൊട കടഞ്ഞ സമയത്ത് അതിൽ നിന്ന് ഒരു മൂക്കൊക്കെ പതിഞ്ഞുകൊണ്ട്, വളരെ കയ്യും കാലുമൊക്കെ ചെറുതായിക്കൊണ്ട് കറത്തിരുണ്ടിട്ട് ഒരു കാകകൃഷ്ണോ ഹതിഹ്രസ്വാംഗോ ഹ്രസ്വബാഹുർമഹാനോ ഹ്രസ്വപാന്നിംനനാസാഗ്രോ രക്താക്ഷസ്താമ്രമൂർധജ, ഇങ്ങനെയുള്ള ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വന്നു എന്നാണ്. എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് മഹർഷീശ്വരന്മാരെങ്ങനെ തൊഴുതു നിൽക്കുക. അപ്പോൾ പറഞ്ഞു, അവിടെ ഇരിക്കൂ, തം തുതേ അവനകം ദീനം കിം കരോമേതി വാതിരം നിശീലേത്യബ്രുവം, അവിടെ ഇരിക്കൂ, ഇരിക്കാനല്ലേ പറഞ്ഞത്, പറഞ്ഞ് അവിടെ ഇരിക്കൂ. അവരാണ് നിശീത കാട്ടാളന്മാരായിട്ട് തീർന്നത് എന്ന്. മുമ്പൊന്നും ആ വംശത്തിന് വേനൻ്റെ പാപം മുഴുവൻ സ്വരൂപിച്ചുണ്ടായതുകൊണ്ട് മുമ്പൊന്നും ആ വംശത്തിനെ വളരെ നികൃഷ്ടന്മാരായിട്ടാണ് കണക്കാക്കിയിരുന്നത് എന്നാ പൊതുന്ന് മനസ്സിലാവുന്നത്. വീണ്ടും അവർക്ക് മനസ്സിലായി ഭഗവാന്റെ ഒരു അംശം ഇതിൽ നിന്ന് ഉണ്ടാവാൻ പോകുന്നുണ്ട് എന്ന് മനസ്സിലായ സമയത്ത് ആ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യതാം, ആ കൈകൾ അങ്ങോട്ട് കടഞ്ഞു എന്നാ. കൈകൾ കടഞ്ഞ സമയത്ത്
രണ്ട് ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഉണ്ടായി. ഒന്ന് ഭഗവാന്റെ അവതാരം പൃഥു എന്ന് പറയും, രണ്ടാമത് അർച്ചിസ് എന്ന് പറയും, ഭാര്യയായിട്ട് വന്നതാ. ഭഗവാൻ എവിടെ പോകണമെന്നുണ്ടെങ്കിലും കൂട്ടിയിട്ടേ വരാറുള്ളൂ, അല്ലെങ്കിൽ പറയും ഞാനും കൂടി ഉണ്ട് എന്നാ. ഏത് അവതാരത്തിനും ഒന്ന് രണ്ട് അവതാരത്തിനേ അതില്ലാതെന്നുള്ളൂ. നരസിംഹാവതാരത്തിനോ ഒന്നും ഉണ്ടായില്ല. ഇതേപോലെ ഒന്ന് രണ്ട് അവതാരത്തിനൊന്നും ഇല്ല. ബാക്കി എല്ലാ അവതാരം പുറപ്പെടുന്ന സമയത്തും ഭഗവതി മഹാലക്ഷ്മി കൂടെ പോലും അർച്ചിസ് എന്ന് പറഞ്ഞ ഒരു പേരോടുകൂടി ഇവിടെ വന്നു. ഇവിടെ വന്ന സമയത്ത് ഗംഭീരമായിട്ട് ഓരോരുത്തർക്ക് ഓരോന്നിങ്ങനെ കൊടുത്തു. ഭഗവാനാണ് മനസ്സിലായി. പാദയോരരവിന്ദം ചം വൈ മേനേ ഹരേ കലാം യസ്യാപ്രതിഹതം ചക്രമംശ സപരമേഷ്ഠിന. കാലിലൊക്കെ, കാലിൻ്റെ ഉള്ളനടിയിലൊക്കെ താമരപ്പൂവിൻ്റെ ചിഹ്നം, മാത്രമല്ല കൈകളിലൊക്കെ ചക്രത്തിൻ്റെ നല്ല ഒരു രേഖ അങ്ങനെ കാണാനുണ്ടെന്നാ. അപ്പോൾ ഉറപ്പിക്കാനാ എന്ത് ഭഗവാനാണെന്നാ. കൈകളിൽ ചക്രം ഇല്ല, അത് പോയി നോക്കണ്ട, ഇത് കഴിഞ്ഞാലൊന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും ഉണ്ടാവില്ല, ഉറപ്പാ. അല്ല, അതുണ്ടെങ്കിൽ ഭഗവാനാണെന്നാ. ഭഗവാനാണെന്ന് മനസ്സിലായി. എല്ലാവരും ഓരോരുത്തർ ഓരോ സാധനങ്ങൾ കൊടുത്തു. സ്വർണത്തിൻ്റെ സിംഹാസനം കുബേരൻ കൊണ്ടു കൊടുത്തു, നല്ല കിരീടം ദേവേന്ദ്രൻ കൊടുത്തു, ഇങ്ങനെ വെഞ്ചാമരം വായു കൊടുത്തു, ചക്രം ഭഗവാൻ ശ്രീഹരി കൊടുത്തു. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കൊടുത്ത സമയത്ത് നമ്മുടെ ഭൂമിദേവി ഉണ്ട് അവിടെ നിൽക്കുന്നു. ഭൂമിദേവി എന്താ, യോഗമയ്യായിരിക്കുന്ന രണ്ട് പാതുകങ്ങൾ കൊടുത്തു എന്നാ. യോഗമയ്യ അതെന്താ യോഗമയ്യ? സാധാരണ പാതുകല്ല. ഇപ്പോഴും റോട്ടുമ്പോഴൊക്കെ ഒരു ചക്രമുള്ള ചെരുപ്പിൽ കയറി ഇങ്ങനെ പോണത് കാണാറില്ലേ? ഇത് ചക്രമൊന്നും ഉണ്ടാവില്ല, പക്ഷെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ എവിടെ വെച്ചാൽ എത്തും. ആ പാതുകത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറി ഇരിക്കുക വേണ്ടു, അത് നിൽക്കുക വേണ്ടു, എവിടെ വെച്ചാൽ എത്തും. ഇങ്ങനെ എല്ലാവരും എല്ലാം കൊടുത്ത സമയത്ത് എല്ലാവർക്കും സന്തോഷമായി. സൂത മാഗധ വന്ദികൾ ഗംഭീരമായിട്ട് സ്തുതിച്ചു ഭഗവാനെ. അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നൊക്കെ പറഞ്ഞ് ഗംഭീര നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് സ്തുതിച്ചത്. വേഗം അവരെ തടഞ്ഞു പൃഥു മഹാരാജാവ്. എന്താ തടയാൻ കാരണം? ഇത് എന്നെ ഒരു അപമാനിക്കലായിട്ട് എനിക്ക് തോന്നുക. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മൾ മഹാകേമൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങോട്ട് പറഞ്ഞ് അങ്ങോട്ട് പുകത്തി തങ്ങിയാൽ നമ്മളെ പറ്റി ഒന്നും അറിയാത്ത ആളായി പറയണത്. അങ്ങനെയാവുമ്പം ഒരു അപമാനിക്കലാണ്. ധാരാളം കേട്ടുപരിചയമുള്ള ആളുകളാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇത് ആദ്യം വരുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ഒരു അപമാനമാണ്. ഇപ്പം മഹാരാജാവ് ഇദ്ദേഹം ഭഗവാൻ വിചാരിച്ചു ഇത് വേണ്ട, ഇപ്പം സ്തുതി ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവരൊക്കെ നിരോധിച്ചു. ആ സമയത്ത് മഹർഷീശ്വരന്മാർ പറഞ്ഞു ഇത് സാക്ഷാൽ ഭഗവാനാണ്, ഭഗവാൻ എപ്പം വേണമെങ്കിലും നമുക്ക് സ്തുതിക്കാം. അതെങ്ങനെയാണ്? സൂര്യനെ പോലെയാണ്. സമസർവേഷു ഭൂതേഷു പ്രഥമൻ സൂര്യവത് വിഭോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് സ്തുതിക്കണത്. സൂര്യനെ പോലെ. എന്താ സൂര്യനെ? നമ്മൾ രാവിലെ നിൽച്ചു സൂര്യൻ അങ്ങനെ ഉദിച്ചു വരിക, കുറേ അങ്ങോട്ട് ചീത്ത പറഞ്ഞു സൂര്യനെ. ഇതേ കാര്യമുണ്ടോ? ഒരാൾ കുറേ തൊഴുത് നമസ്കരിക്കുകയും ചെയ്തു. സൂര്യനൊന്നും രണ്ടും ഒരേപോലെയാണ്. കാരണം അല്ല, ഒരാൾ നിന്ദിച്ചാലും ഒരാൾ സ്തുതിച്ചാലും സൂര്യൻ അതുപോലെയാണ്. ഭഗവാൻ തെറ്റ് ചെയ്യുന്ന ആൾക്കാരായാലും ശരി ചെയ്യുന്ന ആൾക്കാരായാലും എല്ലാവരോടും, തൻ്റെ മക്കളായാലും ശത്രുവിൻ്റെ മകനായാലും എല്ലാവരോടും ഒരേപോലെ കണക്കാക്കും എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് അങ്ങോട്ട് സ്തുതിച്ചു. ആ സ്തുതിയൊക്കെ അങ്ങനെ കേട്ട് ഭഗവാൻ സന്തോഷമായിട്ട് സമയത്താണ് എല്ലാവർക്കും സന്തോഷമായി. ഇനിയിപ്പം ഇവിടെ മഹാരാജാവായിട്ട് വരുന്നത് പൃഥു മഹാരാജാവാണ്, ഭഗവാന്റെ അവതാരമാണ്. എല്ലാവരും വയറൊഴിഞ്ഞുകൊണ്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയെന്ന. ഇങ്ങനെ വയറൊഴിയുന്നത് വിശന്നിട്ട്. ഈ വേനൻ്റെ ഭരണം നിമിത്തം ഭൂമിദേവി ഒരു സാധനം വിട്ടുകൊടുക്കാതെ ചെയ്യുന്ന ഒക്കെ ഉള്ളിലേക്ക് വലിച്ച് 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 കൊണ്ടുപോകുന്ന. അധർമ്മം എവിടെ വർദ്ധിക്കണോ അവിടെ കൃഷിയൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നല്ല മുമ്പേ എങ്ങനെയാണ്? ഇപ്പം പിന്നെ പറയേണ്ട ആവശ്യമില്ല, നമുക്ക് അനുഭവമാണ്. ഒരു സാധനം ഉണ്ടാവില്ല ഒന്നും എവിടെയും. അപ്പോൾ അധർമ്മം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് വേണ്ട സാധനങ്ങളൊന്നും ഭൂമിദേവി തരില്ല. ഈ വേനൻ്റെ ഭരണം ഉണ്ടായ സമയത്ത് ഈ ഭൂമിദേവിയൊക്കെ ഉള്ളിലേക്ക് പിടിച്ചു നിർത്തി. അതുകൊണ്ട് ജനങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായ സമയത്ത് ജഠരാഗ്നിയെ ശമിപ്പിക്കാൻ മാർഗമില്ലാതെ ഇവിടെ മഹാരാജാവിൻ്റെ മുമ്പിൽ വന്ന് കരഞ്ഞപേക്ഷിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ദിവസമായി, എന്താ കാരണം എന്ന് അന്വേഷിച്ചു. നോക്കുന്ന സമയത്ത് മനസ്സിലായി ഭൂമിദേവി വിട്ടുകൊടുക്കാനാണ്. ഏതായാലും ആ പാതുക അങ്ങോട്ട് എടുത്തു. ഏതായാലും ഇപ്പോൾ പിന്നാലെ പോകണമല്ലോ. ആ പാതുക എടുത്ത് ധരിച്ച സമയത്ത് ഭൂമിദേവിക്ക് മനസ്സിലായി തൻ്റെ പിന്നാലെ വരാനാണ് പുറപ്പാട് എന്നൊക്കെ. വേഗം ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപമെടുത്ത് ഓടിയെന്ന. എന്താ പശുവിൻ്റെ രൂപമെടുക്കാൻ കാരണം?
ഈ നമുക്ക് ഏറ്റവും ഒരു സ്നേഹം തോന്നുന്ന വസ്തുവായി പശുവാണ്. കാളയും പോത്തും ഒന്നും അത്ര തോന്നില്ല. ഈ പശുവിൻ്റെ രൂപം എടുത്ത് ഓടിയെന്ന് എപ്പോഴും പറയും. ഭൂമിദേവി പശുവിൻ്റെ രൂപം എടുക്കുക. കാരണം നമുക്ക് എല്ലാം കൊണ്ടും ഒരു ദീന ആയിരിക്കുന്ന ഒരു ആളാണ് ഈ പശു പറയുന്നത്, ഒരു ജന്തുവാണ്. അപ്പോൾ നമുക്കൊരു കാരുണ്യം എങ്ങനെയും ഉണ്ടാവും. അപ്പോൾ പശുവിൻ്റെ രൂപം എടുത്ത് ഓടിയ സമയത്ത് ഈ മഹാരാജാവ് പിന്നാലെ ഓടിനാൽ എവിടെയും എല്ലാ ദിക്കിലേക്ക് ഓടി നോക്കി, എവിടെയും രക്ഷയില്ലാതെ അവസാനം ഭൂമിദേവി അവിടെ നിന്ന് പറഞ്ഞു, ഇനി ഓടിയിട്ട് കാര്യമില്ല. ഭൂമിദേവി പറഞ്ഞു, അതെ അങ്ങ് ധർമ്മജ്ഞനല്ലേ, അങ്ങ് ധർമ്മജ്ഞനാണ്. സത്വം ജിഖാംസേ കസ്മാൽ ദീനാമകൃതകിൽബിഷാം അഹനിഷ്യൽ കഥം യോഷാം ധർമ്മജ്ഞ ഇതി യോ മത. യോഷാം ഇതാ സ്ത്രീയല്ലേ ഞാൻ, സ്ത്രീകളെ ധർമ്മജ്ഞന്മാർ വധിക്കാറില്ല. മുമ്പൊക്കെ എങ്ങനെയാണ് പരമാവധി ശിക്ഷ സ്ത്രീകൾക്ക് എന്താ അറിയോ? നാട് കടക്കുക, അത്രയേ ഉള്ളൂ. വധമില്ല, സ്ത്രീവധം പണ്ട് പതിവില്ല. അപ്പോൾ അതാണ് ധൈര്യത്തിൽ ചോദിക്കുന്നത് ഭൂമിദേവി, അങ്ങ് ധർമ്മജ്ഞനല്ലേ, ധർമ്മജ്ഞന്മാരൊന്നും അങ്ങനെ ചെയ്യാറില്ലല്ലോ. നോക്കൂ, സ്ത്രീകൾക്കൊക്കെ ആധിപത്യം മുമ്പ് ഉണ്ട് കേട്ടോ, അപ്പോഴൊന്നുമല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോഴൊക്കെ നേടിയല്ലേ, ഒന്നല്ല നേടിയെടുത്തത്. മുമ്പിൽ അവർക്ക് സ്ത്രീകളുടെ നേരെ കയ്യേറ്റൊന്നും ആരും ചെയ്യാറില്ല, അവർക്ക് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴാനുകൂല്യം നമുക്ക് ബസ് കയറിയാലേ മനസ്സിലാവുള്ളൂ. ബസ് കയറിയാൽ മനസ്സിലാവും. സ്ത്രീകൾ പുരുഷന്മാരിന് കാണില്ല, സ്ത്രീകൾ കുറേ എണ്ണം കാണും. അത് കഴിഞ്ഞാൽ പിന്നെ അമ്മയും കുഞ്ഞും അങ്ങനെ 1-2 എണ്ണം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അമ്മായിയമ്മയും മരുമകളും അതുണ്ടാവില്ല അല്ലേ. കാരണം കുടുംബത്തിൽ വീട്ടിൽ എങ്ങനെയായാലും ഇത് രണ്ടും കൂടി ഇരിക്കില്ല. എന്നാൽ ബസ് കയറിയാലെങ്കിലും ഇരുന്നോട്ടയച്ചിട്ട് 2 ആൾ കൂടി ഒരുമിച്ച് ഇരിക്കാൻ പറ്റുമല്ലോ. അതില്ല, പക്ഷെ അങ്ങനെ കൂടി വേണ്ടതാണ് ബസ്സിലൊക്കെ. ഈ മുതൽക്ക് നല്ല അതൊക്കെ നേരെയായി പോകുള്ളൂ. അപ്പോൾ അതാ പറയുന്നത്, മുമ്പേയും എല്ലാ ഒരു സഹഭാവം ഒരു സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് മാത്രമല്ല, എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തിലുള്ള പ്രജകളെയൊക്കെ അങ്ങ് എവിടെയാണ് സംരക്ഷിക്കുക? ഞാൻ ഉണ്ടാവുകൊണ്ടല്ലേ ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ തരായി പോണത് എന്നുള്ള ഭാവത്തിൽ പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, പൃഥു മഹാരാജാവ് പറഞ്ഞു, അതെ ത്വാം സ്തബ്ധാം ദുർമദാം നിത്വാ മായാഗാം തിരശസ്സരൈഹി ആത്മയോഗബലേനേമാ ധാരയിഷ്യാമ്യഹം പ്രജാ. അതാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? നീ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. കാരണം നിന്നെപ്പോലെ 10,000 ഭൂമി സൃഷ്ടിക്കാൻ കഴിവുള്ള ആളായി വന്നിട്ടുള്ളത് ഞാനേ. അതുകൊണ്ട് എൻ്റെ യോഗബലം കൊണ്ട് ഈ ജനങ്ങളെ മുഴുവൻ ഞാൻ എൻ്റെ യോഗബലം കൊണ്ട് സംരക്ഷിക്കും എന്നങ്ങോട്ട് പറഞ്ഞു. ഇത്ര പറഞ്ഞപ്പോൾ പിന്നെ ഇനി നല്ലത് നമസ്കരിക്കുക. ഗംഭീരമായിട്ട് നമസ്കരിച്ചു ഭൂമിദേവി. ഒരു കാലത്ത് വരാഹമൂർത്തിയായിട്ട് വന്ന സമയത്തെ എന്നെ രക്ഷിച്ച ആളാണ്. ഇപ്പം ഭൂമിയെ ഉദ്ധരിച്ചു കൊണ്ടുവന്നതല്ലേ. ആ ഭഗവാൻ തന്നെ ഇപ്പം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് നടക്കുകയാണോ, അതുകൊണ്ട് രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞു. ആ വേനൻ്റെ ദുർഭരണ നിമിത്തമാണ് ഞാനിതൊക്കെ ഉള്ളിലേക്ക് വലിച്ചു വെച്ചത്. അവിടുത്തെ സേവിക്കാത്ത ആളുകൾക്ക് ഞാൻ ഇതൊക്കെ കൊടുക്കണോ എന്നാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ആരാ വന്നത് അറിയോ? ഞാനാ വന്നത്, അതുകൊണ്ട് ഒക്കെ അങ്ങോട്ട് വിട്ടു തന്നോളൂ എന്നും പറഞ്ഞു. അങ്ങനെ വിട്ടു വന്ന സമയത്ത് ഓരോരുത്തരെ കുട്ടികളാക്കി കൊണ്ട്, ഞാൻ പശുവിൻ്റെ രൂപത്തിലല്ലേ നിൽക്കുന്നത്, അതുകൊണ്ട് ഓരോരുത്തരെ കുട്ടികളാക്കി കുടിപ്പിച്ചിട്ട് ഓരോരുത്തർക്കും വേണ്ടത് കറന്നെടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അസുരന്മാരൊക്കെ പ്രഹ്ലാദനെ കുട്ടിയാക്കി കുടിപ്പിച്ച് അവർക്ക് വേണ്ടതൊക്കെ കറന്നെടുത്തു. ലോകത്തിൽ ഐശ്വര്യം മുഴുവൻ പോയിട്ടുണ്ടായിരുന്നു. സ്വയംഭൂവം അവനെ കുട്ടിയാക്കിയിട്ട് മനുഷ്യന്മാർ വേണ്ടതൊക്കെ കറന്നെടുത്തു. ഇങ്ങനെ ഓരോരുത്തരെ കുട്ടിയാക്കി കറന്നെടുത്തു എന്നാ പറയുക. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം എന്നറിയോ? അവിടെ കറക്കലും പാലും കൊണ്ടുപോയാൽ അതെന്തായി തരാവോ കറന്നെടുത്തിട്ട്? അതല്ല അതിൻ്റെ ധ്വനി. ഓരോരുത്തർക്കും വർണ്ണാശ്രമധർമ്മങ്ങൾ വേണ്ട വിധത്തിൽ പരിപാലിച്ച് എല്ലാവരും അധ്വാനശീലന്മാരായിട്ട് തീർന്ന് നല്ല അധ്വാനം എടുത്ത് പണിയെടുക്കാൻ തുടങ്ങി തന്നെ. അങ്ങനെ തുടങ്ങിയപ്പോഴോ ഐശ്വര്യം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. അവനവനിക്ക് അല്ലാത്ത പണി അവനവൻ ചെയ്യണോണ്ടാണ് ഐശ്വര്യമൊക്കെ നഷ്ടപ്പെടുന്നത്. അവനവനിക്ക് വിധിച്ച പണി ചെയ്യുന്ന സമയത്ത് ഐശ്വര്യം തന്നെ ഉണ്ടാവും. ഇല്ലേ, കുലധർമ്മവും നിതരാം ശ്രേയാന്നില്ലേ?
അങ്ങനെയാ പറയുക, അവനവൻ്റെ ധർമ്മങ്ങൾ മാത്രം ആചരിച്ചാൽ മതി എന്നാ പൃഥുവിനോട് ഭഗവാൻ തന്നെ പറയും. അങ്ങക്ക് രാജ്യഭരണമാണ് ഇപ്പോൾ ധർമ്മമായിട്ടുള്ളത്, അത് വേണ്ട വിധത്തിൽ ചെയ്യൂ, അതുകൊണ്ട് തന്നെ ഞാൻ പ്രസാദിക്കില്ല എന്നാണ് ഭഗവാൻ ചോദിക്കുക. പൃഥു മഹാരാജാവരും ചോദിക്കില്ല ഭഗവാൻ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും കറന്നെടുത്ത ലോകം മുഴുവൻ ഐശ്വര്യമായ സമയത്ത് ഈ പൃഥു എന്ത് ചെയ്തു? തൻ്റെ മകളായിട്ട് അങ്ങ് അംഗീകരിച്ചു എന്നാണ് ഭൂമിദേവിയെ. അതോ മഹീപതി പ്രീത സർവകാമദുഃഖാമൃതു ദുഹിതൃത്വേ ചകാരേ മാം ബ്രഹ്മണ ദുഹിതൃവത്സലാം. തൻ്റെ മകളായിട്ട് അംഗീകരിച്ചു. അന്ന് മുതൽക്ക് ഭൂമിക്ക് ഒരു പേരും കൂടി ഉണ്ടായിരുന്ന. എന്താ ഉണ്ടായത്? പൃഥ്വി. ഭൂമിയുടെ പേര് പറയുമ്പോൾ പറയില്ലേ പൃഥ്വി. എങ്ങനെയുണ്ടായത്? പൃഥുവിൻ്റെ മകളായിട്ട് അംഗീകരിച്ചതുകൊണ്ട് പൃഥ്വി എന്നുള്ള പേരുണ്ടായി. അന്ന് മുതൽക്ക് ഐശ്വര്യം ഉണ്ടായപ്പം അശ്വമേധയാഗം യാഗം ചെയ്യാൻ തുടങ്ങി. ഒരു യാഗം ചെയ്തു, അപ്പോഴത്തെ അനവധി ഐശ്വര്യം പിന്നെ ഉണ്ടായി. രണ്ടാമത് യാഗം ചെയ്തു. ഇങ്ങനെ 99 യാഗം കഴിഞ്ഞിട്ട് 100ാമത്തെ യാഗം ആരംഭിച്ച സമയത്ത് ദേവേന്ദ്രൻ വന്നിട്ട് യാഗവശുവിനെ കുതിരയെ കെട്ടുണ്ടായി. കുതിരയെ കെട്ടുണ്ടായപ്പം എവിടെയാ കാണാനില്ല. നോക്കുന്ന സമയത്തുണ്ട് ഒരാളിങ്ങനെ കൊണ്ടുപോകണു. ആരാ കൊണ്ടുപോകണത്? ദേഹം മുഴുവൻ ഭസ്മം പൂശി, പാമ്പിനെയൊക്കെ കഴുത്തിലിട്ട്, 3 കണ്ണുണ്ട്, ജടയൊക്കെ കെട്ടിവെച്ച്, തൃശ്ശൂരൊക്കെ ഉണ്ട്. മഹാദേവനാ കൊണ്ടുപോകണത്. ഇപ്പൊ പൃഥുവിൻ്റെ മകൻ പോയിട്ട് മഹാദേവനാണ് കണ്ട സമയത്ത് ഇങ്ങോട്ടൊന്ന് തിരിച്ചു പോന്നു. അപ്പോഴാണ് ഋത്വിക്കുകൾ പറഞ്ഞു, മഹർഷീശ്വരന്മാർ പറഞ്ഞു, അത് ദേവേന്ദ്രൻ്റെ വിദ്യയാണ്, മഹാദേവനൊന്നല്ല. വേഗം കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് എനിക്ക് നിങ്ങളെ യാഗപശുവൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ദേവേന്ദ്രൻ പോയി. കുറച്ച് ആൾക്കാർ നോക്കിക്കുണ്ടായിരുന്നു അവരെ, വേറെ അതിലൊന്നും പെടാത്ത കുറച്ച് ആൾക്കാർ. അവരാ ഉപേക്ഷിച്ച കുപ്പായം എടുത്തു. അത് തരക്കേടില്ലല്ലോ, ഇത് നമുക്ക് ചേരും എന്ന് പറഞ്ഞ് അവരത് ഇടാൻ തുടങ്ങി ആ കുപ്പായേ. പിന്നെ രണ്ടാമത് വന്ന സമയത്ത് മഹർഷിയ കൊല്ലാതെ വന്നു. അപ്പോൾ പറഞ്ഞു കൊടുത്തു ദേവേന്ദ്രനാണ് എന്ന് പറഞ്ഞ സമയത്ത് കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് ഉപേക്ഷിച്ച് പോയി. ആ കുപ്പായം അവിടെ കിടക്കുക. അത് കൊടുത്തു ചില ആൾക്കാർ. ഇതൊക്കെ പാഖണ്ഡം അതെന്ന് പറയും. ഉള്ളിലൊന്ന് പുറത്ത് വേറെ ഉണ്ട്. ഏകദേശം നമ്മളൊക്കെ ആ കൂട്ടത്ത് കൂട്ടേണ്ടിയില്ല തോന്നുന്നത്. എന്താ കാരണം എന്നറിയോ? ഈ അങ്ങനെയുണ്ട് സന്യാസി അവിടെ വെച്ച് സന്യാസിനെ പിടിച്ചു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ധാരാളം അറസ്റ്റ് ചെയ്തു. ഇങ്ങനെ അനവധി കേൾക്കാം. അതായത് പുറമെ ഒക്കെ കണ്ടാൽ നല്ല സന്യാസി വേഷത്തിലാവും, അല്ലെങ്കിൽ ഭസ്മക്കുരിയൊക്കെ നല്ലോണം ഉണ്ടാവും, ചന്ദനക്കുരിയൊക്കെ അതേപോലൊക്കെ നല്ലോണം ഉണ്ടാവും, ഗംഭീരമായിട്ടുണ്ടാവും. പക്ഷെ ഉള്ളിൽ മനസ്സിലാവില്ല, ഉള്ളിലൊക്കെ മഹാ അപകടമാവും. ഇപ്പോൾ ഇതിങ്ങനെ കുറേ ആൾക്കാരുണ്ടാവാൻ തുടങ്ങി ലോകത്തിൽ നിന്നാണ്. അവസാനം ഈ ദേവേന്ദ്രനെ ഇനി ദേവേന്ദ്രനാണ് മനസ്സിലാക്കിയ സമയത്ത്, കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് അവർ മഹർഷീശ്വരന്മാർ പറഞ്ഞു അങ്ങ് നിൽക്കാൻ പാടില്ല, ഞങ്ങൾ കൊന്നോളാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മന്ത്രം ജപിച്ച് ദേവേന്ദ്രനെ ആവാഹിക്കാം എന്ന് പറഞ്ഞ മന്ത്രം ജപിച്ച് ദേവേന്ദ്രൻ അങ്ങോട്ട് ആവാഹിക്കുന്ന സമയത്ത് അവിടെ അങ്ങോട്ട് ബ്രഹ്മാവ് വന്നു എന്നാണ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, അതെ അങ്ങും ഇവിടെയുള്ള ഈ ദേവേന്ദ്രനും ഭഗവാന്റെ അംശമാണ്, ദേവേന്ദ്രനെ കൊല്ലാനൊന്നും സാധിക്കില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അങ്ങക്ക് ഞാൻ ഒരു വരം തരാം. എന്താ വരം എന്നറിയോ? ഏകോന ശതക്രതു. 100 യാഗം ചെയ്താലല്ലേ? അത് വേണ്ട, അത് ദേവേന്ദ്രൻ തന്നെ ഇഷ്ടോട്ട് ആ പദവി. അങ്ങ് 99 യാഗം ചെയ്താൽ മതി, പക്ഷേ 100 യാഗം ചെയ്ത ഫലം ഞാൻ തരാമെന്ന് പറഞ്ഞു. യാഗം 99 മതി, 100 യാഗം ചെയ്ത ഫലം ഞാൻ തരാം. ഏകോന ശതക്രതു ആയിട്ട് ഇനി അങ്ങൊരു കാര്യം ചെയ്യൂ, ദേവേന്ദ്രൻ അങ്ങ് എല്ലാം അറിയുന്ന ആളല്ലേ, ദേവേന്ദ്രനോടുള്ള ആ വൈരം ഉപേക്ഷിച്ചോളൂ എന്നും പറഞ്ഞു. ഇങ്ങനെയുള്ള ബ്രഹ്മാവിൻ്റെ വാക്ക് കേട്ട സമയത്ത് അവിടെ ഗംഭീരമായിട്ട് ആ ദേവേന്ദ്രനോടൊക്കെ ഉള്ള വൈരം ഉപേക്ഷിച്ചു എന്ന് പറയാം. ഇങ്ങനെ വൈരം ഉപേക്ഷിച്ച സമയത്ത് ഭഗവാന് സന്തോഷമായില്ല. എന്താ കാരണം അറിയോ? എല്ലാവർക്കും സാധിക്കില്ല. നമ്മളോട് അനവധി ഉപദ്രവം ചെയ്ത ഒരാളോട് നമുക്കിപ്പോൾ അങ്ങോട്ട് തോന്നുക, ഒരാൾ പറയട്ടെ അയാളോട് വൈരം ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ നമുക്ക് സാധിക്കില്ല. ഓ അവനെ മറക്കാൻ പറ്റില്ല ഇല്ലേ? അങ്ങനെയല്ലേ? പക്ഷെ ഇതങ്ങനെയല്ല. വൈരം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പം എന്തോ കയ്യിലുള്ളത് കളയണ മാതിരി വൈരം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെ ഭഗവാൻ ഇഷ്ടമാണ്. ഭഗവാൻ അവിടെ അങ്ങോട്ട് വന്നു, ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അതെ ഈ ദേവേന്ദ്രനെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ, രണ്ടാളും കൂടിയാണ് വരുന്നത്, അങ്ങ് ക്ഷമിക്കണം ദേവേന്ദ്രനോട്, വിവരമില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നതാണ്, അങ്ങ് അങ്ങേപ്പോലുള്ള വിവരമുള്ള ആൾക്കാർ ഇതൊക്കെ കൊണ്ട് നടക്കുമോ, ക്ഷമിക്കണം
മാത്രമല്ല അങ്ങിപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്വധർമ്മം ചെയ്യൂ. അങ്ങേക്ക് പ്രജാപരിപാലനാണ് അങ്ങയുടെ ധർമ്മം. വേണ്ട പോലെ രാജ്യം ഭരിക്കൂ. യസ്വധർമ്മേണ മാം നിത്യം നിരാശീ ശ്രദ്ധയാന്വിത ഭജതേ ശനകൈസ്തസ്യ മനോരാജൻ പ്രസീദതി എന്നാ പറയുന്നത്. അവനവന് വിധിച്ചിട്ടുള്ള സ്വധർമ്മം ചെയ്താൽ തന്നെ ഞാൻ സന്തോഷിക്കും. അതുകൊണ്ട് അങ്ങ് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തോളൂ. അങ്ങയോട് എനിക്ക് സന്തോഷമായി. അങ്ങക്ക് എന്തു വരം വേണം, എന്തു വരം വേണമെന്ന് ചോദിച്ചോളൂ, ഞാൻ തരാൻ തയ്യാറാണ്. അപ്പൊ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞു വരമൊന്നും വേണ്ട. വരം വേണ്ടാന്ന് പറയാൻ കാരണം ഈ സുഖലോലുപ ഈ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വിഷയ സുഖങ്ങൾ നരകത്തിൽ കൂടി കിട്ടുന്ന. അതെന്താ നരകത്തിൽ കൂടി കിട്ടും? അതുണ്ട്. നമ്മളെ എത്ര അതപ്പതിച്ച ആളാണെങ്കിലും കൂടിയിട്ട് ഇത്തിരിയൊക്കെ സുഖം ഉണ്ടാവും. ആ നരകത്തിലും കൂടി കിട്ടുന്ന സുഖങ്ങൾക്ക് എനിക്ക് താല്പര്യമില്ല. അങ്ങക്ക് വരം എനിക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? വിധൽസ്വ കർണായുതമേഷമേ വരാം. എനിക്ക് ആ വരം മതി. അതായത് ന കാമയേ നാഥ തദപ്യഹം കൊജിന്നയത്രയുഷ്മച്ചരണാംബുജാസവം. എവിടെയാണോ ഭഗവാന്റെ കഥകൾ പറയണത് അവിടെയൊക്കെ ചെന്നിരിക്കാനും ആ ഭഗവാന്റെ കഥ കേൾക്കാനും തക്കത്തിൽ 1000 ചെവി എനിക്ക് തരണം എന്നാ. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 1000 ചെവി ഉണ്ടായാവുന്ന ഒരാൾക്ക് ദേഹം മുഴുവൻ ചെവിയായി കൊണ്ട് തന്നെ നടന്നാവുന്നോ? അതല്ല. ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ താല്പര്യം മനസ്സിലാക്കുക. 1000 ചെവിയുടെ ശക്തി. കാരണം ഭഗവാന്റെ കഥ കേട്ടിട്ട് മതിയായിട്ടില്ല. അതുകൊണ്ട് എവിടെ കഥ നടക്കണമെന്നുണ്ടെങ്കിലും എനിക്ക് അതൊക്കെ കേൾക്കാൻ സാധിക്കണം എന്ന ഒരനുഗ്രഹം എനിക്ക് തരണം എന്നാണ്. പിന്നെ രണ്ടാമതൊന്നും കൂടി പറയാനുള്ളത് എന്താണെങ്കിൽ മഹാലക്ഷ്മിക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുതേന്നാണ്. അതെന്താ പറയാൻ കാരണം? സപത്നീ മത്സരം. ഒരു കല്യാണം കഴിച്ച് രണ്ടാമത് ഒരാളുകളിൽ കൂടി കല്യാണം കഴിച്ച് കൊണ്ടുപോന്നാൽ ആദ്യത്തെ ഭാര്യയ്ക്ക് ഇഷ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഭഗവാൻ സ്വന്തമായിട്ട് കണക്കാക്കുന്ന ആളുകളാണ് ഈ മഹാലക്ഷ്മിയൊക്കെ. അപ്പൊ ഈ മഹാലക്ഷ്മിക്ക് വേറൊരാളും കൂടി സ്വന്തമായിട്ട് തൻ്റെ പാദത്തിൽ വീണ് കിടക്കുമ്പോൾ ഈ മഹാലക്ഷ്മിക്ക് ഉള്ളതാണ് ഭഗവാന്റെ പാദം എന്നാണ് മഹാലക്ഷ്മിയുടെ വിചാരം. പക്ഷെ ഭക്തന്മാർ വിചാരിക്കുക എന്താ അറിയോ? യോഗീന്ദ്രാണാം ത്വദംഗേഷു അധിക സുമധുരം. അങ്ങനെയുള്ള പാദങ്ങൾ ഭക്തന്മാർ വിചാരിക്കും ഭഗവാൻ. ഭക്തന്മാരതാ പാട്ടിൽ പറയില്ലേ, വനമാലയ്ക്കാണോ അധികം സ്ഥലം കൊടുത്തത് അതോ മഹാലക്ഷ്മിക്കാണോ എന്നാ? മഹാലക്ഷ്മിക്ക് ഭാഗത്ത് ഇത്തിരി സ്ഥലമേ കൊടുത്തുള്ളൂ, അവിടെ ഇരുന്നോളൂ തോന്നും പറഞ്ഞു. അപ്പോഴാ വനമാലയായിട്ട് ഞാനിപ്പോൾ അതെവിടെയാ ചാർത്തുക? വനമാല നല്ല നീളമുള്ളതാ. ഇപ്പൊ ഭഗവാൻ പറഞ്ഞു മുഴുവനായിട്ട് അങ്ങോട്ട് ചാർത്തിക്കോളൂ എന്നും പറഞ്ഞു. ഇപ്പൊ എന്തുണ്ടായി? ഭക്തന്മാർ കൊടുത്ത വനമാല ഭഗവാന് മുഴുവൻ അങ്ങനെ കാണും. മറ്റേത് ആ മാലേന്റെ ഇടയിൽ കൂടെ കണ്ടാ ആയി ആ വക്ഷസിലെ തിരി. ആരോടാ ഭഗവാന് കാരുണ്യം? ഭക്തന്മാരോട്. അപ്പൊ അങ്ങനെയുള്ള ഞാൻ അവിടുത്തെ സേവിക്കുന്ന സമയത്ത് ഇതൊരു വ്യക്തമായിട്ടുള്ളൊരു വേറെ അർത്ഥമുണ്ട്. മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്. ഈ ഐശ്വര്യം എനിക്ക് നഷ്ടപ്പെടരുതേ എന്നുള്ള ഒരു ഭാവം കൂടി അതിന് വരും. അപ്പൊ ഏതായാലും മഹാലക്ഷ്മിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുതേ. ഇനി മാത്രമല്ല, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എനിക്ക് ചോദിക്കാനൊന്നും അറിയില്ലേ. കാരണം ഭഗവാനെ കണ്ടാ ചോദിക്കുക, അത്ര വിവരമുള്ളൂ. അതുകൊണ്ട് യഥാചരേൽ ബാലഹിതം പിതാ സ്വയം. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഇല്ലേ? അതൊക്കെ അച്ഛനങ്ങോട്ട് കൊടുക്കുന്നില്ല ചിലപ്പോൾ. ബാലഹിതം കുട്ടികളുടെ ഇഷ്ടം. ഒരു ഉണ്ണിക്ക് എന്താണോ ഹിതമായിട്ടുള്ളത് അതേ അച്ഛനമ്മമാർ ചെയ്യാറുള്ളൂ. അതുപോലെ അവിടുന്ന് കണക്കാക്കിയിട്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല, ഭഗവാനെ അവിടുത്തേക്കേ അറിയുള്ളൂ. അതുകൊണ്ട് അവിടുന്ന് അത് വേണ്ട വിധത്തിൽ എനിക്ക് അതൊക്കെ ചെയ്തു തരണേന്ന് ഗംഭീരമായിട്ട് അങ്ങനെ പറഞ്ഞു. ഈ പൃഥു മഹാരാജാവ് ജനങ്ങളെ മാറ്റിയെടുക്കണം എന്ന് വിചാരിച്ചു. കാരണം അധർമ്മത്തിന്റെ ഭരണം ഉണ്ടായ സമയത്ത് ആളുകളൊക്കെ അധർമ്മിയായിട്ട് തീർന്നു. അവരോടൊക്കെ ഗംഭീരമായിട്ട് ഉപദേശം ഉണ്ടായി. പാദഭക്തി ഉണ്ടാവുകയാണ് വേണ്ടത്. ഭഗവാന്റെ പാദത്തെ നമസ്കരിക്കുകയാണ് വേണ്ടത്. കായേന വാച മനസ്സ ഇന്ദ്രിയേർവ. ഇങ്ങനെ അങ്ങോട്ട് എല്ലാ അവയവങ്ങളെ കൊണ്ടും ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്. ജനങ്ങളോട് പറയാണ്. മാത്രമല്ല, നമുക്ക് കർമ്മങ്ങൾ ചെയ്യുമ്പം അതിൻ്റെ ഫലം തരാൻ നമ്മളൊക്കെ വിചാരിക്കും കർമ്മം ആണ് നമുക്ക് ഫലം തരണത്.
കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നൊക്കെ പറയാറില്ലേ. പക്ഷെ ഈ കർമ്മഫലം, കർമ്മങ്ങൾ ജഡം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ജഡമാണ്, ചൈതന്യം ഇല്ലാത്തതാണ്. ആ കർമ്മങ്ങൾക്ക് നമുക്ക് അനുഭവം തരാനുള്ള കഴിവില്ല. പക്ഷെ ആ കർമ്മങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതേത് കർമ്മങ്ങൾ ആരാര് ചെയ്യണോ അവർക്ക് അനുസരിച്ചിട്ടുള്ള ഫലം ഭഗവാൻ കൊടുക്കണം. ആ കർമ്മഫലം ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ എന്ന് പറഞ്ഞൊരാളുണ്ട് ജനങ്ങളെ. കുട്ടികളോട് പറയാണ് ഭഗവാൻ എന്നൊരാളുണ്ട്, ആ ഭഗവാനെ സേവിക്കുകയാണ് വേണ്ടത്, ആ ഭഗവാന്റെ പാദത്തിൽ എല്ലാ അവയവങ്ങളെ കൊണ്ടും ഭക്തി ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല എല്ലാവരെയും സേവിക്കണം, സജ്ജന സംസർഗം ഉണ്ടാക്കണം. ബ്രാഹ്മണരും മഹാബ്രാഹ്മണരിലും മറ്റുള്ള ഭക്തന്മാരിലും അവരൊക്കെ സേവിക്കണം, അവരൊക്കെ നമസ്കരിക്കണം. ബ്രാഹ്മണരെ ഞാൻ പോലും ബഹുമാനിക്കുന്ന ആളുകളാണ്. ഭഗവാൻ പറയുന്നു നിങ്ങൾ നിന്ദിക്കരുത്. ഞാൻ പോലും മഹാബ്രാഹ്മണരെ ബഹുമാനിക്കുന്നുണ്ട്. ആ മഹാബ്രാഹ്മണരുടെ പാദരേണുക്കളെ കൊണ്ടാണ് ഞാൻ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഭഗവാൻ പറയുന്നു ഭഗവാന്റെ കഴിവല്ല കൊണ്ടും മഹാത്മാക്കളുടെ പാദരേണുവിൻ്റെ ശക്തിയാണ്, മഹാബ്രാഹ്മണരുടെ പാദരേണുവിൻ്റെ ശക്തിയാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പോലും ഈ ലോകത്തെങ്ങനെ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഭരിക്കാനും എനിക്ക് കഴിയണത്. അതുകൊണ്ട് ആ പാദധൂളികളെ ഞാൻ എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളും മഹാത്മാക്കളെ ബഹുമാനിക്കണം എന്നൊക്കെ ഗംഭീരമായിട്ട് രാജ്യത്തിലുള്ള ആളുകൾക്കൊക്കെ ഉപദേശം കൊടുത്തു. അപ്പോഴാണ് ഭഗവാൻ വിചാരിച്ചത്, ഭഗവാൻ എന്താ വിചാരിച്ചത്, ഇവിടെ ഒരു കാര്യം കഥ കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള നിലയ്ക്ക് സനകാദി യോഗീശ്വരന്മാരെ പറഞ്ഞയച്ചു. അവരിവിടെ വന്ന് ഗംഭീരമായിട്ട് ഭഗവാൻ അങ്ങോട്ട് വന്ന സമയത്ത് തന്നെ തദ്ദർശനോൽഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോത്ഥിത സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം എന്നാ ഒരു തത്വം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ശ്ലോകത്തിൽ. എന്താ അറിയോ, ഉദ്ഗതാൻ പ്രാണാൻ, പ്രാണൻ എണീറ്റൊരുങ്ങിയില്ല, ഇളകിത്തൊരുങ്ങി. അതെന്താ അങ്ങനെയാണ്? വലിയ വലിയ യോഗീശ്വരന്മാർ വരുന്ന സമയത്ത് നമ്മൾ എണീക്കാൻ മടിച്ചാലും നമ്മളെ പ്രാണൻ അവിടെ ഇരിക്കില്ല, പ്രാണൻ എണീക്കുന്നതാണ്. അതാണ് വലിയ വലിയ ആളുകളൊക്കെ കാണുന്ന സമയത്ത് എണീക്കണം എന്നൊക്കെ പറയാൻ കാരണം എന്താ, നമ്മുടെ പ്രാണന് സ്വസ്ഥത ഉണ്ടാവില്ല എന്നാണ് മഹാത്മാക്കളെ കാണുന്ന സമയത്ത്. അപ്പം ഇവർ വന്ന സമയത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ട പ്രാണൻ അപ്പോഴെന്ത് ചെയ്തു, മഹാരാജാവ് വേഗം അവരെ കൂട്ടിക്കൊണ്ടുവന്ന് ഇരുത്തി പൂജിച്ചു. അപ്പം എന്തായി, പ്രാണൻ സ്വസ്ഥാനത്ത് നിലകൊണ്ടു. ആയുസ് കുറയുന്ന, പ്രാണൻ ഇളകി കഴിച്ചാലേ ആയുസ് കുറയും. അതാണ് വലിയ വലിയ ആൾക്കാർ വരുമ്പം അതേപടി ഇരിക്കരുത് എന്നൊക്കെ പറയണത്. ഇതൊക്കെ സ്മൃതികളിലും ഒക്കെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഏതായാലും ഗംഭീരമായിട്ട് അവരെ നമസ്കരിച്ചു, പാദതീർത്ഥം ശിരസിൽ ധരിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ആളുകളെ കാണാൻ സാധിച്ചത് നിങ്ങൾ പ്രസാദിച്ചാൽ ബ്രഹ്മാവ്, മഹാദേവൻ, വിഷ്ണു ഇവരൊക്കെ പ്രസാദിച്ചതിന് തുല്യാണ്. മാത്രമല്ല അധനാ അപി തേ ധന്യ സാധവോ ഗൃഹമേധിന യദ്ഗൃഹാശർഹര്യാംബു തൃണഭൂമീശ്വരാവരാ. ഇതൊക്കെ മഹാഭാഗ്യാണെന്നാണ് പറയണത്. എന്ത് വലിയ വലിയ മഹാത്മാക്കളെ കാണാൻ സാധിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുക, ഭഗവാന്റെ കഥ പറയുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുക, ഭഗവാനെ സ്നേഹിക്കുന്ന ആൾക്കാരെ കാണാൻ സാധിക്കുക, ഇവരൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുക. തൻ്റെ ചെറിയ വീടാണെങ്കിലും ഓലമേഞ്ഞ വീടാണെങ്കിലും അവിടേക്ക് ഇവരൊക്കെ കൊണ്ട് വന്നിട്ട് ഇവരുടെ പാദധൂളികൾ ആ നമ്മുടെ ഗൃഹത്തിൽ വീഴാൻ സാധിക്കുക. ഓലപ്പായ ഉള്ളെങ്കിലും അല്ലെ തടുക്കാണ് ഉള്ളതെങ്കിലും ഓലൻ്റെ അത് ഇട്ട് കൊടുക്കുക, അവിടെ അവരെ ഇരുത്തുക. ഇതൊക്കെ ഇങ്ങനെയുള്ള വീടാണെങ്കിലും കൂടിയിട്ട് അവരാണ് ധനികന്മാരെന്ന് പറയുക. ധനികത എന്നാൽ ധാരാളം പണം ഉണ്ടോ, ഇവരെ ഭഗവാൻ ഈ കൊണ്ടുവരാനോ ഒന്നും സാധിച്ചില്ല വിചാരിക്കുക. അവർ ധനമില്ലാത്ത ആൾക്കാരാണ്, അവർക്ക് അനുഗ്രഹമൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങളോടൊപ്പം വന്നിട്ട് കുശലം ചോദിക്കേണ്ട ആവശ്യമില്ല. എന്താ കാരണം എന്നറിയോ, നിങ്ങളെപ്പോഴും സന്തോഷത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഭഗവാന്റെ ആ പാതാരവിന്ദങ്ങളിങ്ങനെ ധ്യാനിച്ചിട്ട് അതിലിങ്ങനെ രസിച്ച് ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളോട് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല.
എപ്പോഴും സുഖം, ദുഃഖമില്ല. എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള ഗൃഹസ്ഥന്മാർക്ക് സുഖം ഉണ്ടാവില്ല, എപ്പോഴും ദുഃഖം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇതിൽ രണ്ടിലും ഭവൽസു കുശല പ്രശ്ന ആവശ്യമില്ല. ഇങ്ങനെ കുറേ എന്താണ് ക്ഷേമം, ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷേമ എങ്ങനെയാണ് ക്ഷേമം ഉണ്ടാവുകയെന്ന്, സുഖം ഉണ്ടാവുകയെന്ന്, അതാണ് ചോദിച്ചത്. ഇതൊക്കെ അത് കേട്ട സമയത്ത് ആ വാക്കിനെ പറ്റി പറയണു. എന്താ പറയണു? സാരം സുഷ്ഠു മിതം മധു. ഒരു വാക്കിനെ അപ്പോൾ ഈ വിവരിച്ചത് എങ്ങനെയാണോ വാക്ക് എന്നാ പറഞ്ഞത്? സാരം എന്ന് പറഞ്ഞാൽ നല്ല അർത്ഥവത്തായിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതുകൊണ്ടാണ് സാരം എന്ന് പറയാൻ കാരണം. സുഷ്ഠു ഗംഭീരമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. പിന്നെ മിതം എന്ന് പറഞ്ഞാൽ അനവധി ബളബളബളാന്ന് പറഞ്ഞ് ചോദിച്ചില്ല. കാരണം ചെറിയ ചോദ്യം, ഒരു ചോദ്യം കൊണ്ട് കുറേ ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റണ, അതായത് മിതമായിരിക്കുന്ന വാക്കുകളെ കൊണ്ടാണ് ചോദിച്ചത്. ആ ചോദിച്ചത് എങ്ങനെയാണ്? മധു, ഉറക്കുന്നല്ല, വളരെ മനോഹരമായിട്ട് മധുരമാം വണ്ണം ചോദിച്ചു. അതിൽ ഉത്തരാണ് പറയണത് ഭക്തി ഉണ്ടാവണം. മാത്രമല്ല വിഷയങ്ങളിൽ ഭക്തി ഉണ്ടാവുക എങ്ങനെയാണ്? വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാവണം. ശാസ്ത്രേഷു യാനേവസു നിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃക് വിമൃശേഷു ഖേതു അസംഗ ആത്മവ്യതിരിക്ത ആത്മനി ദൃഢാരതിർ. ആത്മാവിനോട് കൂടാത്ത സാധനങ്ങൾ ഉണ്ടല്ലോ, അതെന്താ സാധനങ്ങൾ? ഈ വിഷയങ്ങളൊക്കെ തന്നെ. ഇതൊക്കെ ഇത് നശ്വരാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെ ആവുന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനോടൊക്കെ ഒരു സംഘമില്ലായ്മ, അസംഗം ഇല്ല. എന്നാൽ സംഘം ഉണ്ടാവണം. എന്തുകൊണ്ടാണ് സംഘം ഉണ്ടാവുന്നത്? ദൃഢാരതിർ ബ്രഹ്മണി നിർഗുണേചയ. ആ നിർഗുണ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ ദൃഢാരതി, നല്ല ശക്തിയോടുള്ള സ്നേഹം, പ്രേമം, ഭക്തി ഇതുണ്ടാവുകയാണ്. ഭക്തി ഉണ്ടാവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഉപായം. അതുകൊണ്ട് അഹിംസ ഉണ്ടാവണം, നാമം ജപിക്കണം, ആരും ഉപദ്രവിക്കരുത്, ഇങ്ങനെ ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുത്തു. ഒക്കെ കേട്ട സമയത്ത് സന്തോഷമായി. ഇനി എന്താ തരേണ്ടത്? എന്തു വേണമെങ്കിലും ഞാൻ തരാമെന്ന് പറഞ്ഞ് അവസാനം അങ്ങോട്ട് നമസ്കരിച്ചു എന്നാണ്. ആ നമസ്കരിച്ച് ഈ മഹാരാജാവിനെ അനുഗ്രഹിച്ച് ആ സനകാദി യോഗീശ്വരന്മാർ അവിടുന്ന് പോയി. അവിടുന്ന് പോയ സമയത്ത് ഇദ്ദേഹം മക്കൾക്കൊക്കെ രാജ്യം കൊടുത്തിട്ട് അദ്ദേഹം കാട്ടിൽ പോയി അർച്ചിസ് എന്ന് പറഞ്ഞ രാജ്ഞിയോടുകൂടി കാട്ടിലേക്ക് പോയി തപസ് ചെയ്ത് ഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ പാദത്തിൽ ലയിച്ചു. ഭഗവാനായിട്ട് തന്നെ അവതാര ഉദ്ദേശം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോയി എന്ന് പറയുകയാണ്. അതിനുശേഷമാണ് പ്രജേസുകളുടെ കഥ പറയാൻ പുറപ്പെട്ട സമയത്ത് എങ്ങനെയാണ് വിതുരൻ ചോദിച്ചു, മഹാദേവനായിട്ട് സംഘം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞില്ലേ, കൂടിച്ചേരൽ എങ്ങനെയാണ് അതൊക്കെ ഉണ്ടായത്? അപ്പോഴാണ് ആ പ്രാചീന ബർഹിഷത്ത് എന്ന പേര് കിഴക്കോട്ട് ദർഭ വിരിച്ച് യാഗം ചെയ്ത് ഈ ഭൂമിക്ക് മുഴുവൻ പന്തലിടാനുള്ള അത്ര ദർഭ അദ്ദേഹം വിരിച്ചു. അപ്പം എത്ര യാഗം ചെയ്തിട്ടുണ്ടാവും? അങ്ങനെ ആളുകളൊക്കെ പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് ചില പേര് കിട്ടലുണ്ട്, അത് മാറില്ല. അത് പറഞ്ഞാലേ ആൾക്കാരറിയുള്ളൂ. ചില മാഷന്മാർക്കൊക്കെ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ അറിയാനാണ്. അവരെ യഥാർത്ഥ പേര് പറഞ്ഞാൽ ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരാളുണ്ടല്ലോ, അയാളെ പേര് അതറിയും എന്ന് പറയും. ഇങ്ങനെ ഇപ്പോൾ എന്തായി ബർഹിഷത്ത് എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ, പ്രാചീന ബർഹിസ് എന്ന് പറഞ്ഞാലേ എല്ലാവരും അറിയുള്ളൂ. അദ്ദേഹം യാഗം ചെയ്ത് ഗംഭീരമായിട്ടിരിക്കുന്ന കാലത്ത് 10 പുത്രന്മാരുണ്ടായി. ആ 10 പുത്രന്മാർ ഒരേപോലെ ആവുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ സ്വഭാവം ഒക്കെ മനസ്സ് ഒക്കെ ഒരേപോലെ ആകുമ്പോൾ ഒരേ പേര് കിട്ടും. പ്രചേതസ്സുകൾ പടിഞ്ഞാറോട്ട് പോയി ഇവരൊക്കെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് തപസ് ചെയ്യാൻ പോണ സമയത്ത് മധുരമായിരിക്കുന്ന ഒരു ഗീതം കേട്ടു, ഉടുക്കിൻ്റെ ശബ്ദം കേട്ടു. അവിടെ അങ്ങോട്ട് ചെന്ന സമയത്ത് ഭഗവാൻ അങ്ങോട്ട് കണ്ടു മഹാദേവനെ. ഇവർക്ക് അത്ഭുതമായി, ഇതുവരെ ഇങ്ങനെ ഒരു സ്വരൂപം കണ്ടില്ല. 3 തൃക്കണ്ണും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണോ. പുലിത്തോല കൊടുത്ത് ഒറ്റ നമസ്കാരം. ഏതോ മഹാത്മാവാണെന്ന് ഇവർക്ക് മനസ്സിലായുള്ളൂ. നമസ്കരിച്ച സമയത്ത് ഇവരെ പിടിച്ച് എണീപ്പിച്ചു. ചോദിച്ചു, നിങ്ങൾ പ്രാചീന ബർഹിസിൻ്റെ മക്കളല്ലേ? ഇവർക്ക് അത്ഭുതമായി. എന്താ കാരണം എന്നറിയോ? നമ്മളെ അച്ഛനെയൊക്കെ അദ്ദേഹത്തെ അറിയേ. മാത്രമല്ല നിങ്ങൾ പ്രചേതസ്സുകളല്ലേ? ഇവർക്ക് കൂടുതൽ അത്ഭുതമായി. എന്താ അറിയോ, നമ്മൾ പ്രചേതസ്സുകളാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായില്ല. ഏതോ മഹാദേവനാണ്. പിന്നെയും ചോദിച്ചു, നിങ്ങൾ വാസുദേവ ഭജനം ചെയ്യാൻ വേണ്ടി വന്നതല്ലേ? ഭഗവാനെ സേവിക്കാൻ വേണ്ടി വന്നതല്ലേ? ഇവർക്ക് അങ്ങോട്ട് അത്ഭുതമായി, ഗംഭീരമായിട്ട് ഒന്നും കൂടി അങ്ങോട്ട് നമസ്കരിച്ചു. നമസ്കരിച്ച സമയത്ത് പറഞ്ഞു, എന്താ പറയുക, ഭഗവന്തം വാസുദേവം
പ്രപന്ന സപ്രിയോഹിമേ. ആ ഭഗവാൻ ഇഷ്ടമുള്ള ആൾക്കാരെ എനിക്കിഷ്ടമില്ലാവർക്കോ എന്നാണ് ചോദിച്ചത്. നമുക്കൊക്കെ സംശയമില്ലേ? ചിലപ്പം നമുക്കുണ്ടാവില്ല, ചില ആൾക്കാർക്കൊക്കെ സംശയമാണ്, ചോദിക്കാറുണ്ട്. വിഷ്ണുവിൻ്റെ അമ്പലത്തിൽ പോയാൽ നമശിവായ ചോദിക്കാൻ പാടുമോ? ഭഗവാൻ ദേഷ്യപ്പെട്ടില്ലേ? അല്ലെങ്കിൽ ശിവൻ്റെ അമ്പലത്തിൽ പോയാൽ നാരായണ ചോദിച്ചാൽ ഭഗവാൻ ദേഷ്യപ്പെട്ടില്ലേ? ഈ അങ്ങനല്ല. കാരണം ഇതിപ്പോൾ നേരിട്ട് ഭാഗവത് ഇതൊക്കെ പ്രമാണമാണ്. ഇതൊക്കെ പ്രമാണമില്ലാതെ ഒരു കാര്യം പറയാൻ പാടില്ല. ഇത് പ്രമാണമുണ്ട്. എന്താ പ്രമാണം? ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രിയോഹിമേ. ഭഗവാനെ സേവിക്കുന്ന ആൾക്കാരെ എനിക്ക് എത്ര ഇഷ്ടം അറിയോ എന്ന് പറയും. അവരുടെ മഹാത്മ്യം എത്രയാണ്? ആ ഭക്തന്മാരുടെ മഹാത്മ്യം എന്താ? സ്വധർമ്മനിഷ്ഠ ശതജന്മഭിപ്പുമാൻ വിരിഞ്ചതാമേതി തദപരം ഹിമാം അവ്യാകൃതം ഭാഗവതോധ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്യയേ. അനവധി ജന്മങ്ങൾ, ശതജന്മ 100 ജന്മങ്ങൾ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തു വെച്ചാൽ ഞാനായിട്ട് തീരുന്ന ബ്രഹ്മാവിൻ്റെ പദവിക്ക് അർഹത ഉണ്ടാവും. പിന്നെയും കുറേ കോടിക്കണക്കിന് ജന്മങ്ങൾ നിർത്താതെ പിന്നെയും പുണ്യം ചെയ്താൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും. ആ ഭഗവാന്റെ അടുത്ത് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുന്ന, എപ്പോഴും ഭഗവാന്റെ പാദത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ സജ്ജനങ്ങൾ. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ, നിങ്ങളെപ്പോലെയുള്ള ആളുകളോട് സംസർഗം ചെയ്യാൻ കിട്ടി അത് വെറുതെ ആവുമോ എന്ന് വിചാരിച്ചിട്ട് ഗംഭീരമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. എന്താ? യോഗാദേശം എന്ന് പറഞ്ഞിട്ടുള്ള ആ രുദ്രഗീതം ഗംഭീരമായിട്ട് എന്താ പ്രത്യേകിച്ച് അതിൽ പറയണം എന്താണെങ്കിൽ, ഭഗവാനെ ഏതേത് മന്ത്രങ്ങൾ കൊണ്ട് പൂജിക്കണം, ഏതേത് രൂപത്തിൽ ഭഗവാനെ ധ്യാനിക്കണം. പിന്നെ മാത്രമല്ല ആ ഭഗവാന്റെ സ്വരൂപം, കറുത്ത ആ മേഘത്തിൻ്റെ നിറം, 4 കൈകൾ, ആ സ്വരൂപമൊക്കെ വർണ്ണിച്ച് ഇവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരോട് പറഞ്ഞു, ഈ ജീവിതം ഇത്രയേ ഉള്ളൂ. നമ്മൾ ലൗകിക സുഖങ്ങൾ തേടി പോണ സമയത്ത് പിന്നാലെ ഒരാളും കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. എലി ആഹാരം കൊണ്ടുപോണ പോലെ മാളത്തിൽ കൊണ്ടയ്ക്കാൻ പോവാ, നെല്ലുമണി എടുത്തിട്ട് അതിങ്ങനെ കൊണ്ടച്ച് ലൗകിക സുഖമായിട്ട് ഇങ്ങനെ പോണ സമയത്ത് ആ പാമ്പ് ഇങ്ങേവർത്തും കൂടെ വന്ന് വായ ഒളിച്ചത് കണ്ടില്ല. ഇതുപോലെയാണ് കാലമാകുന്ന സർപ്പം നമ്മുടെ പിന്നാലെ, മരണമാകുന്ന സർപ്പം ഏത് സമയത്തും നമ്മളെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ലൗകിക സുഖങ്ങളുടെ പിന്നാലെ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഗംഭീരമായിട്ട് അത് ഉപദേശിച്ചു കൊടുത്തു. അവർ തപസ് ചെയ്യാൻ 10,000 കൊല്ലം തപസ് ചെയ്തു. ഇവിടെ വന്ന് പുരഞ്ജനോപാഖ്യാനം ഉപദേശിച്ചു കൊടുത്തിട്ട് ഈ മഹാരാജാവിനെയും, എന്താ കർമ്മഠനാണ് ഇദ്ദേഹം എന്നാ. കർമ്മഠൻ എന്ന് പറഞ്ഞാൽ ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ടൊന്നും ഇനി കാര്യമില്ല. ഈ കർമ്മം ചെയ്യുക, യാഗം ചെയ്യുക, സ്വർഗം വരെ അദ്ദേഹം പോകുള്ളൂ. അവിടെ അങ്ങോട്ടുള്ള ചിന്തയൊന്നും ഇദ്ദേഹത്തിനില്ല. ഈ കർമ്മങ്ങളെ കൊണ്ട് കിട്ടാവുന്നതിൽ ഏറ്റവും പരമമായിരിക്കുന്ന പദം സ്വർഗമാണ്. അതുവരെ പോവും, അവിടെ അങ്ങോട്ട് പോവില്ല. അപ്പോൾ ഈ കഥയൊന്നും ഇത് തന്നെ കുത്താൻ വരുന്ന പശുക്കളെയൊക്കെ കാണിച്ചു കൊടുത്തു. മൃഗഹിംസയൊന്നും പാടില്ല എന്ന, യാഗത്തിലാണെങ്കിലും മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്ന് പറയും. അങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചമസ്കന്ധത്തിൽ ഒരു നരകം പറയുന്നുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്താനുള്ള ഒരു നരകം ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതൊന്നും പാടില്ല. അവരൊക്കെ നിന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി പേടിച്ചു മഹാരാജാവേ. അദ്ദേഹം പറഞ്ഞു എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുത്തതാണ് പുരഞ്ജനോപാഖ്യാനം. അതൊന്നും ഇപ്പോൾ പറയുന്നില്ല. എന്താ കാരണം വെച്ചാൽ നമ്മളാണ്, അനുഭവമാണ്. ഈ അനുഭവ മണ്ഡലത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും പുരഞ്ജനോപാഖ്യാനത്തിലേക്ക് അങ്ങ് എടുത്തോളൂ. ഇത്രേ പറയുള്ളൂ. നമ്മളിപ്പം ഇതിലിപ്പോൾ കുറച്ചേ പറഞ്ഞുള്ളൂ, അതൊന്നും പറയാനില്ല. ഈ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഈ പുരഞ്ജനോപാഖ്യാനത്തിൽ, നമ്മളിപ്പോൾ ഈ കാട്ടിക്കൂട്ടുന്ന സംഗതികൾ മുഴുവൻ പുരഞ്ജനോപാഖ്യാനാണ്. ഇതൊന്നും നമ്മൾ മുക്തി നേടിയിട്ടില്ല. ഇതങ്ങോട്ട് ചിന്തിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഏകാഗ്രമായിട്ട് ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാവും ആരാണ് പുരഞ്ജനൻ, ആരാണ് പുരഞ്ജനി, നമ്മൾ ഏതൊക്കെ തരത്തിലേക്കാണ് ഓരോരോ സംഗതികൾ പിടിച്ചു വലിക്കുന്നത്, ഇതിന്നൊക്കെ രക്ഷ നേടാൻ എന്താണ് മാർഗം. പാവപ്പെട്ട ആൾക്കാരും പണക്കാരും ജീവിതത്തിലുണ്ട്. നമ്മളിത് കാണുന്നു. സുഖം നമുക്ക് വരുന്നു, ദുഃഖം നമുക്ക് വരുന്നു. ഇതിനൊക്കെ എന്താ കാരണം? ഇതൊക്കെ ഇരുന്നങ്ങോട്ട് ചിന്തിച്ചോളൂ. പുരഞ്ജനോപാഖ്യാനം എന്താണെന്ന് അനുഭവമാവുന്ന. നായക്കൾക്ക് ചില ദിക്കിലെത്തിയാൽ ചോറ് കിട്ടുന്ന നല്ലോണം. എന്നാൽ ചില ദിക്കിലെത്തിയാലോ ഏറ്
കിട്ടും, കല്ലെടുത്ത് വെച്ചിട്ടുണ്ടാവും ഏറ്. ഇത് രണ്ടും ഒരേ കിട്ടുന്നു. ഇതുപോലെ നമ്മൾ അനവധി ജന്മങ്ങളായിട്ട് ചോറ് കിട്ടിയിട്ടും ഏറ് കിട്ടിയിട്ടും സുഖമായിട്ടും ദുഃഖമായിട്ടും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ട് ഇതിന്നൊരു മോചനം നമുക്ക് ഉണ്ടാവണ്ടേന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. പുരഞ്ജനൻ ചിന്തിച്ച മാതിരി എപ്പോഴാണോ സജ്ജന സംസർഗം ഉണ്ടാവുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മോചനം ഉണ്ടായിട്ട് ആ ഭഗവാന് ഞാനും നീയും ഒന്നാണ് എന്ന് ഭഗവാൻ ഇങ്ങോട്ട് പറയുന്ന ഭക്തിയുടെ ബ്രഹ്മാസ്മി അങ്ങനെയാണ്. ജ്ഞാനികൾ ഞാനും അങ്ങും ഒന്നാണ് അങ്ങോട്ട് പറഞ്ഞു പോകുന്ന സമയത്ത് ഭക്തിയുടെ ബ്രഹ്മാസ്മി ഭഗവാൻ ഇങ്ങോട്ട് പറയും. കുചേലവൃത്തത്തിൽ കേട്ടില്ലേ, ഞാനും അങ്ങും ഒന്നാണ്, എൻ്റെ മഹാലക്ഷ്മിയും അങ്ങയുടെ പത്നിയും ഒന്നാണ് എന്ന് പോയി പറഞ്ഞേക്കും. മാമാവാചരണം ഞാനാ പറഞ്ഞത്. അപ്പം ഭഗവാൻ ഇങ്ങോട്ട് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരണം. അപ്പോൾ പുരഞ്ജനോപാഖ്യാനം കഴിഞ്ഞു. എന്താണെന്ന് മനസ്സിലാവും. ഇവിടെ ഗംഭീരമായിട്ട് ഇവർ തപസ് ചെയ്ത സമയത്ത്, ഇവിടെ 10,000 കൊല്ലക്കാലം തപസ് ചെയ്ത സമയത്ത് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടുന്ന എല്ലാവരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭഗവാൻ നല്ല സ്വരൂപത്തിലാണ്. എന്താ വരം വേണ്ടത് ചോദിച്ചു എന്നാ. അപ്പോൾ പറഞ്ഞു, പാരിജാതേഞ്ചസാലബ്ധേ സാരംഗോ അന്യന്ന സേവതേ ത്വദംഘ്രിമൂലമാസാദ്യ സാക്ഷാൽ കിം കിം വൃണീമഹീ. എന്താ അങ്ങ് പറയണത്? അങ്ങ് പ്രപന്ന പാരിജാതമായിരിക്കുന്ന ചോദിക്കുന്നതും അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. ചോദിക്കുന്നതും ചോദിക്കാത്തതും കൂടി വാരിക്കോരി കൊടുക്കുന്ന അവിടുത്തെ പോലെയുള്ള ഒരാളെ പാദസേവ ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഈ ശുഷ്കമായിരിക്കുന്ന അവിടുത്തെ പാരിജാതത്തിന് വല്ല വിലയുണ്ടോ? അല്ലെങ്കിൽ വണ്ടുകൾ താമരപ്പൂവിലുള്ള ആ തേൻ നുകർന്നു കഴിഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും പൂക്കളിലേക്ക് അവർ പോവുമെന്നാണ്? പോവില്ല. അതുകൊണ്ട് വരൊന്നും ചോദിക്കേണ്ട. മാത്രമല്ല ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. എന്താ? യാവത്തേ മായയാ സ്പൃഷ്ട ഭ്രമാമ ഇഹ കർമ്മഭി താവൽ ഭവൽ പ്രസംഗാനാം സംഗസ്യാന്നോ ഭവേ ഭവേ. എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഞങ്ങൾ ജനിച്ചോട്ടെ, എത്ര ജന്മങ്ങൾ എന്ത് തരത്തിൽ എന്ത് ജീവികളായിട്ടും ജനിച്ചോട്ടെ, പക്ഷെ ആ ജന്മത്തിലൊക്കെ ഭഗവാനെ അവിടുത്തെ പാദത്തിൽ ഭക്തി ഉണ്ടാവണം, അവിടുത്തെ പാദഭക്തന്മാരിൽ ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാവണം. ഇത് മാത്രമേ ഞങ്ങൾക്ക് വേണ്ടൂ. ആ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. ആ തപസ്സൊക്കെ ചെയ്ത് അവർ പുറത്തേക്ക് വന്നു. വൃക്ഷങ്ങളൊക്കെ കാട് പിടിച്ച് കിടക്കണ കണ്ട സമയത്ത് ദേഷ്യം പിടിച്ചു. നശിപ്പിക്കാൻ നോക്കിയ സമയത്ത് ബ്രഹ്മാവ് എന്ന് പറഞ്ഞു, ഇത് നിർത്തണം എന്ന് പറഞ്ഞു. ആ വൃക്ഷങ്ങളുടെ കന്യകയെ വാർഷിക വിവാഹം കഴിച്ചു. അതിൽ ദക്ഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. പ്രായപൂർത്തിയായ സമയത്ത് ദക്ഷന് രാജ്യഭാരം കൊടുത്തിട്ട് ഇവർ കാട്ടിലേക്ക് വീണ്ടും പോയി പ്രജേർസുകൾ. കുറേ കാലം ഇതിൽ വന്ന ഗൃഹസ്ഥാശ്രമത്തിൽ ലൗകിക സുഖങ്ങളിൽ വന്നപ്പോൾ പഴയ ആ ഓർമ്മയൊന്നും ഉണ്ടായില്ല. കുറേയൊക്കെ മറന്നുപോയി. അന്ന് ഭഗവാൻ മഹാദേവൻ ഉപദേശിച്ചതൊക്കെ നാരദ മഹർഷി എടുത്തു ചെന്നു, അദ്ദേഹത്തെ നമസ്കരിച്ച സമയത്ത് ഒന്നും കൂടി നാരദ മഹർഷി ഈ ഭക്തിയുടെ മഹാത്മ്യമൊക്കെ ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുത്തുക. 3 ജന്മങ്ങളിലും നടത്തിയിട്ടുള്ള ആളാണെങ്കിലും തരക്കില്ല. എന്താ? കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ല സാവിത്രയാത്മികൈ കർമ്മഭിർമാത്രൈ പ്രോക്തൈ പുംസോഭി വിബുധായുഷ. 3 ജന്മങ്ങൾ എന്താ? ഒന്ന് നല്ല ജന്മം കിട്ടുക, നല്ല സംസ്കാരമുള്ള കുലത്തിൽ നല്ലൊരു ജന്മം കിട്ടിയ 1ാമത്തെ ജന്മം കഴിഞ്ഞു എന്നാ പറയുക. രണ്ടാമത്തത് പറയാം, ഗായത്രി മന്ത്രം ഉപദേശിച്ച് സ്വീകരിച്ച് അത് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുക. അങ്ങനെയായ 2ാമത്തെ ഉപദേശം കിട്ടിയ 2ാമത്തെ ജന്മം കഴിഞ്ഞു. പിന്നെ യാജ്ഞികൻ 3ാമത്തെ ജന്മം എന്താ? യജ്ഞം ചെയ്യുക, യാഗം ചെയ്യുക. അങ്ങനെയാകുമ്പോൾ 3ാമത്തെ ജന്മം കഴിഞ്ഞു. ഇങ്ങനെ 3 കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലും ഭഗവാനിൽ ഭക്തി ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഭഗവാനെ സേവിച്ചോളൂ, ആ വേരിൽ നനയ്ക്ക് വേണ്ടൂ, എല്ലാവർക്കും സന്തോഷമാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീരമായിട്ട് അവരെ ഉപദേശിച്ചു കൊടുത്തു. അവർ ഗംഭീരമായിട്ട് ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട സമയത്ത് സന്തോഷമായിട്ട് വിതുരർ മൈത്രേയ മഹർഷിയെ നമസ്കരിച്ചിട്ട് അവിടുന്ന് ഒരു പോക്ക് പോയിന്നാണ്. നേരിട്ട് എങ്ങോട്ടാ പോയത്? നമ്മൾ ആദ്യത്തെ ദിവസം കണ്ടു, ധൃതരാഷ്ട്ര ഉപദേശിച്ച് നേരെയാക്കി എന്നൊക്കെ പറഞ്ഞില്ലേ? നേരിട്ട് ഇതൊക്കെ കേട്ടിട്ട് അങ്ങടാ പോയത്. അങ്ങനെ പോയി അവിടെ എത്തി ഗംഭീരായി എന്ന് പറഞ്ഞു.
പിന്നെയാണ് ആ വംശത്തിൽ പ്രിയവ്രതൻ എന്നുള്ള ആ വംശം കഴിഞ്ഞ് പ്രിയവ്രതൻ്റെ വംശം തുടങ്ങി. അപ്പോൾ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ചോദ്യമായിട്ട് കഴിഞ്ഞു. എന്താ ചോദ്യം? പ്രിയവ്രത ആത്മാരാമ ഭാഗവത ആത്മാരാമ കഥമുനെ ഗൃഹേ അരമത യന്മൂല കർമ്മബന്ധ പരാഭവ ഇതൊക്കെ ചോദിക്കുന്നത്. എന്താ കാരണം? ഈ പ്രിയവ്രതൻ ആത്മാരാമനും ഭഗവത് ഭക്തനും ഒക്കെ ആയിരുന്നില്ലേ പണ്ട്? ഞാൻ കേട്ടിട്ടുണ്ടൊക്കെ. എന്നിട്ട് എങ്ങനെ കഥമുനെ ഗൃഹേ അരമത ഈ ഗൃഹസ്ഥാശ്രമത്തിൽ വന്ന് പെടാൻ കാരണം എന്താ? ഭഗവത് ഭക്തന്മാർക്കും ഇത് പാടില്ലല്ലോ, അതെങ്ങനെ വന്നു പെട്ടു? ഇതൊക്കെ ഈ ഗൃഹസ്ഥാശ്രമം നമുക്കൊക്കെ ഉപദ്രവം ഉണ്ടാക്കണതല്ലേ, ആത്മാവിനെ മറക്കണതല്ലേ. മാത്രമല്ല മുക്തസംഗാനാം താദൃശാനാം ദിദർശഭ, അതുപോലുള്ള ആളുകൾക്ക് ഇതിൽ പെടാൻ പാടില്ലല്ലോ, ചില സംശയങ്ങളുണ്ട്. മാത്രമല്ല ഛായാ നിർവൃതചിത്താനാം ന കുടുംബേ സ്പൃഹാമതി, ഭഗവാന്റെ പാദത്തിൽ ഭക്തിയുള്ള ആളുകൾക്ക്, അതിൽ ആനന്ദിക്കുന്ന ആളുകൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ ആനന്ദം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു സംശയമുണ്ട്. ഇനി ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു എന്നും കേട്ടു, അതിൻ്റെ അവസാനം മുക്തി കിട്ടിപ്പോയി എന്നും കേട്ടു. ഇതെങ്ങനെ രണ്ടും കൂടി തരായതെന്ന് ചോദിക്കുക. അപ്പോഴാണ് പറഞ്ഞത്, ഈ പ്രിയവ്രതൻ എന്ന് പറഞ്ഞ ആളെ ചില്ലറക്കാരനല്ല. കുട്ടിക്കാലത്ത് ഭഗവാനെ സേവിക്കാൻ വേണ്ടി നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നു. സ്വയംഭൂമനു കൂട്ടിക്കൊണ്ടുവരാൻ, രാജ്യം ഭരിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നു. ഇതൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല. രാജ്യം ഭരിച്ചാൽ ഒട്ടിപ്പോകുന്നുള്ള നിലയ്ക്ക് അത് കൂട്ടാക്കിയില്ല. അപ്പോഴാണ് അവിടെ ബ്രഹ്മാവ് അവിടെ ഗംഭീരമായിട്ട് അങ്ങോട്ട് ദേവന്മാരോടുകൂടി അഖില നിഗമ നിജഗണ പരിവേഷ്ടിത, വേദങ്ങളോട് കൂടിയിട്ടും പ്രജാപതിമാരോട് കൂടിയിട്ടും അവിടെ വന്ന് ആ ബ്രഹ്മാവ് കുറച്ച് വർത്തമാനം പറഞ്ഞു എന്നാണ്. ശ്രദ്ധിക്കേണ്ടതാ. എന്താ പറഞ്ഞത്? വിബോധ താതേതമൃതം ബ്രവീവി മാസൂയിതും ദേവമർഹസ്യ അപ്രമേയം വയം ഭവത്തെ തദ ഏഷ മഹർഷിർവഹാമ സർവേ വിവശായസ്യ ദിഷ്ടം. ഉണ്ണി, ഞാൻ പറയണത് സത്യം കേട്ടോ. ബ്രഹ്മാവ് പറയാ, അങ്ങ് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്രമേയനായിരിക്കുന്ന ഭഗവാനെ, പ്രമാണം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഭഗവാനെ നീ അനാദരിക്കരുത്, നിന്ദിക്കരുത്. കാരണം എന്താ അറിയോ? ഞാനും മഹാദേവനും ഉണ്ണിയും ഉണ്ണീൻ്റെ അച്ഛനും ഒക്കെ ആ യസ്യരിഷ്ടം, ഭഗവാന്റെ ഒരു ഇംഗിതത്തിന് കണക്കാക്കിക്കൊണ്ട് ഭഗവാൻ എങ്ങോട്ടാണോ കൊണ്ട് നടക്കണം അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനേ സാധിക്കുള്ളൂ. നമ്മളിഷ്ടം പോലെ അങ്ങോട്ട് പ്രവർത്തിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഉണ്ണി ഇത് മനസ്സിലാക്കണം. തപസ്സുകൊണ്ടോ വിദ്യ കൊണ്ടോ യോഗം കൊണ്ടോ ബുദ്ധി കൊണ്ടോ ഇതൊന്നും തനുഭൂയാൽ, ഭഗവാന്റെ ഇഷ്ടം മാറ്റാൻ ഭഗവാൻ ഒന്ന് തീരുമാനിച്ചാൽ നമ്മളെ കേമത്തരം കൊണ്ടൊന്നും അത് മാറ്റാൻ സാധിക്കില്ല എന്ന് പറയാണ്. നമുക്ക് ഓരോരോ ജന്മങ്ങൾ തരും. എങ്ങനെയാണ് നമ്മളെ ദ്വിപദേ ചതുഷ്പദ എന്നാ പറയാ. അതായത് യദ്വാജിതന്ത്യാം ഗുണകർമ്മദാമഭി സുദുൽ ദുസ്തരേർ വത്സവയം സുയോജിത വഹേമ സർവേ വഹാമോ ബലിവീശ്വരായ പ്രോദാനസീവ ദ്വിപദേ ചതുഷ്പദാം. നമ്മളെ കൊണ്ടു നടക്കുക ഭഗവാൻ എങ്ങനെ? 2 കാലുള്ള ജന്തുക്കൾ 4 കാലുള്ള ജന്തുക്കളെ കൊണ്ടു നടക്കണ പോലെ. മനസ്സിലായില്ലേ? മുക്കുകയറിട്ടിട്ട് പിടിച്ച് കൊണ്ടു നടക്കണില്ലേ വണ്ടിയിൽ കയറ്റിയിട്ട്? അതുപോലെ വേദങ്ങളാകുന്ന ആ ഗുണങ്ങളാകുന്ന കർമ്മങ്ങളാകുന്ന കയറുകൊണ്ട് നമ്മളെ പിടിച്ച് കിട്ടിയിട്ട് കൊണ്ടു നടക്കണു. ഇതുപോലെ ഇനിയിപ്പോൾ ഇതിന്ന് രക്ഷപ്പെടണ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം എന്നറിയോ? അനുസരിക്കുക. ഇന്നിപ്പോൾ അത് അനുസരിക്കാതെ അനുസരണക്കേട് കാണിക്കുന്നുണ്ടല്ലോ. അച്ഛൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അനുസരിക്കുക എന്ന് വൃത്തിയുള്ളൂ. ആ കാളകൾ എപ്രകാരമാണോ യജമാനന് വേണ്ടി ഗംഭീരമായിട്ട് പണിയെടുക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ യജമാനന് പാവം തോന്നുന്ന, പാവം കുറേ നേരമായില്ലേ എനിക്ക് വേണ്ടി പണിയെടുക്കണോ, അതുകൊണ്ട് ആ യജമാനൻ തന്നെ പണിയൊക്കെ കഴിഞ്ഞാൽ കെട്ടഴിച്ച് വിട്ടു കൊണ്ടുപോയി കുളിപ്പിക്കലും പുല്ല് കൊടുക്കലും ഒക്കെ ചെയ്യും. ഇതുപോലെ നമ്മൾ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ തീരുമാനിക്കുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോയാൽ ഭഗവാനും നമ്മളോട് കാരുണ്യം ഉണ്ടാവും. ഭഗവാൻ നമ്മളെ എങ്ങനെയാ കൊണ്ടു നടക്കണത്? ചക്ഷുമത അന്ധ നീയ 2 ഉപമയാണ് പറഞ്ഞത്. കണ്ണില്ലാത്ത ആൾക്കാരെ കണ്ണിലുള്ള ആൾക്കാർ കൊണ്ടു നടക്കും. എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് അങ്ങോട്ട് കൊണ്ടുപോകുന്ന വൃത്തിയുള്ളൂ.
കണ്ണില്ലാത്ത ഒരാളുണ്ട്, കണ്ണുള്ള ആളുണ്ട്. ഇയാൾ ഇതാട്ടോ വഴി എന്ന് പറഞ്ഞ് ഈ കണ്ണില്ലാത്ത ആളെ എങ്ങോട്ടാണോ കൊണ്ടുപോകണത് അത് പോവുക നിവൃത്തിയുള്ളൂ, അത് ഒന്നും ചെയ്യാനില്ല. അതുപോലെയാണ് ഭഗവാൻ നമ്മളെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് ഉണ്ണി കാട്ടിലിപ്പോൾ ഇരുന്നാൽ ആരാ പറഞ്ഞത് നേരെയാവുമെന്ന്? കാട്ടുപോയി നേരെയാവോ? ഭയം പ്രമത്തസ്യ വനേഷ്വഭിസ്യാൽ, വനത്തിലായാലും പേടി ഉണ്ടാവണം, പേടിക്കണം. ആരെ? യഥ ആസ്തേ സഹഷഡ് സപത്ന, 6 കള്ളന്മാരാ എപ്പോഴും നമ്മളെ കൂടെ. അവരിടയിൽ കിടന്നുറങ്ങാൻ പറ്റുമോ? ഒരു കള്ളൻ്റെ മുമ്പിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റില്ല. 6 കള്ളന്മാർ, മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും കൂടി 6 കള്ളന്മാർ എപ്പോഴും നമ്മളെ ഒരുത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാട്ടിൽ പോയിട്ട് കാര്യമുണ്ടോ? കാട്ടിലിരുന്നാൽ വീട്ടിൽ ആ ചിന്താച്ചാലോ, ഭാര്യ ഇപ്പം എങ്ങനെയാവോ, പണി കഴിഞ്ഞ് വന്നു പോവോ, അല്ലെ കുട്ടി സ്കൂളിൽ നിന്ന് വന്നു പോവോ, കാട്ടിലായിരിക്കണം, ഭഗവാനെ സേവിക്കാനാണ് വന്നത്. എന്താ കാര്യം? ഈ ഇന്ദ്രിയങ്ങളെ ജയിക്കുകയാണ് വേണ്ടത്. ഈ ഉണ്ണി ഒരു കാര്യം ചെയ്യൂ, രാജ്യം ഭരിച്ചോളൂ, വീട്ടിലിരുന്നോളൂ, കുഴപ്പമൊന്നുമില്ല. മനസ്സ് ഭഗവാങ്കിലാണെങ്കിൽ ജിതേന്ദ്രിയസ്യ ആത്മരതേർബുധസ്യ ഗൃഹാശ്രമ കിം നു കരോത്യവദ്യം. ഗൃഹസ്ഥാശ്രമം കൊണ്ട് എന്താ ബുദ്ധിമുട്ട്? എന്താ കാരണം? ഭഗവാൻ സേവിച്ച് ചെയ്യുക, ഒക്കെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക, ഭഗവാനെ ചിന്തിക്കുക. അതുകൊണ്ട് ഗൃഹസ്ഥാശ്രമം ഒട്ടും ബുദ്ധിമുട്ടില്ല. മാത്രമല്ല ഉള്ളൊരു കാര്യം ചെയ്യൂ, ഭഗവാന്റെ പാദമാകുന്ന ദുർഗത്തെ ആശ്രയിച്ചിട്ട് ഈ സ്വന്തം ഉള്ളിലുള്ള ശത്രുക്കളില്ലേ അവരെയൊക്കെ ജയിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗംഭീരമായിട്ട് പ്രിയവർദ്ധനെ കൂട്ടിക്കൊണ്ടുവന്ന് ബർഹിഷ്മതിയെ വിവാഹം കഴിച്ച് അഗ്നീന്ദ്രൻ മുതലായിരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടായി. ഇവിടെ വേറൊരു ഭാര്യയിൽ പേരൊന്നും പറഞ്ഞിട്ടില്ല, ഉത്തമൻ, താമസൻ, ദൈവതൻ എന്ന് പറഞ്ഞ മന്വന്തരാധിപതികൾ ഉണ്ടായി. ഗംഭീരമായിട്ട് അങ്ങനെ ആ ഒരു രഥമൊക്കെ മേടിച്ചു കൊണ്ടുവന്ന് സൂര്യനെ പോലെയുള്ള രഥത്തിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് 2ാമത്തെ ഒരു സൂര്യനാണോ എന്ന് വിചാരിച്ചു എന്നാണ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ആളുകൾ ബുദ്ധിമുട്ട് പറഞ്ഞു എന്നാണ്. കാരണം രാത്രി ഉണ്ടായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പം അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞ സമയത്ത് ബ്രഹ്മാവ് പറഞ്ഞു ആ രഥമൊക്കെ ഇനി ഓടിക്കണ്ട, അതവിടെ കൊണ്ടച്ചോളൂ പറഞ്ഞു. അങ്ങനെ ആ രഥമൊക്കെ കൊണ്ടച്ചു. ഗംഭീരമായിട്ട് ആ രഥം പോയ ആ കുഴിയും കുണ്ടുമൊക്കെ പർവ്വതങ്ങളും സമുദ്രങ്ങളൊക്കെ ആയിട്ട് തീർന്നു എന്ന് പറയും. ഇതൊക്കെ കേട്ടപ്പോഴേ ഒരു പരീക്ഷത്തിൻ്റെ മുഖം അങ്ങനെ 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 ഇപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷിയാണല്ലോ പറഞ്ഞു കൊടുക്കുന്നത്. വല്ലാതെ അങ്ങനെ ഒരു അത്ഭുതം ഈ പ്രിയവർദ്ധൻ്റെ ഈ കർമ്മങ്ങളൊക്കെ കേട്ട സമയത്ത് പറഞ്ഞു. ശ്രീ ശിവബ്രഹ്മർഷി പരിഭ്രമിക്കൊന്നും വേണ്ട, അത്ഭുതപ്പെടാനില്ല. എന്താ? നൈവം വിധ പുരുഷകാര ഉരുക്രമസ്യ പുംസാം തദംഘ്രിരജസാ ജിതഷു ഷഡ്ഗുണാനാം ചിത്രം വിദൂരവിഗത സഹൃദാതീത എന്നാമധേയം അധുനാ സജഹാദിബന്ധം. അത്ഭുതപ്പെടാനൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ. കാരണം ഏത് സമയത്തും ഭഗവാനെ സേവിച്ചിട്ട് ജിത ഷഡ്ഗുണാനാം ഈ 6 കള്ളന്മാരെയും ജയിച്ചിട്ടുള്ള ഇദ്ദേഹത്തിന്, ഭഗവത് ഭക്തനായിരിക്കുന്ന ഇദ്ദേഹത്തിന് ഇത് തരായി എന്ന് വിചാരിച്ച് അത്ഭുതപ്പെടാനില്ല. ചിത്രം വിദൂര വിഗത, ദൂരത്തിലിരിക്കുന്ന ചണ്ടാലൻ പോലും എന്നാമധേയം. ഏതൊരു ഭഗവാന്റെ തിരുനാമം ഒന്ന് ജപിച്ചാൽ എല്ലാ പാപങ്ങളും വേറിട്ട് സൽഗതി ഉണ്ടാവണു. അങ്ങനെ ഇരിക്കും, ഇതിലെന്താ അത്ഭുതം എന്ന് ചോദിച്ചു എന്നാ. അങ്ങനെ ആ പ്രിയവ്രതൻ്റെ കഥ അവിടെ അത്ഭുതപ്പെടാനില്ല പറഞ്ഞു നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ മകനാണ് അഗ്നീധ്രൻ. തപസ് ചെയ്തു, പൂർവ്വജിത്തിയെ വിവാഹം കഴിച്ചു. അതിൽ നാഭി മുതലായിരിക്കുന്ന ആളുകളുണ്ടായി. ആ നാഭിക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നു. നാഭിൽ അപത്യകാമോ അപ്രതയാമേരുദേവിയ, കുട്ടികളുണ്ടായില്ല. ഉണ്ണി ഉണ്ടാവണം വിചാരിച്ചിട്ട് ഭഗവാനെ സേവിച്ചു. ഭഗവാൻ പ്രസാദിക്കുന്നു വിചാരിച്ച് സേവിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നല്ല സുന്ദരമായിരിക്കുന്ന സ്വരൂപത്തോടുകൂടി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഋത്തിക്കുകൾ ഭഗവാനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു. സകല ജനനികായ വൃജിന നിരസന ശിവതമ പ്രവര ഗുണഗണ യുഗദേശകഥനാതൃതേ. ഇതൊക്കെ ഇത്രയും പറയാൻ വയ്ക്കൂ. അവിടെ എല്ലാ ദുഃഖങ്ങളും പാപങ്ങളും ഇല്ലാതെയാക്കുന്ന ഭഗവാന്റെ അവിടുത്തെ കഥകളോ ഒന്നും മുഴുവൻ ഒരാൾക്കും പറയാൻ സാധിക്കില്ല. തിരി ഏകദേശമൊക്കെ ഒന്ന് പറയാനേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു ഉപദേശം, ഞങ്ങൾക്കൊരു അനുഗ്രഹം അവിടുന്ന് ചെയ്യണം. എന്താ? അധ കഥഞ്ചിൽ സ്ഖലന ക്ഷുൽപതന ജൃംഭണ ദുരവസ്ഥാനാദിഷു വിവശാനാം സ്മരണായ ജ്വരമരണദശായാമഭി സകലകസ്മര നിരസനാനി തവ ഗുണകൃതനാമധേയാനി വചനഗോചരാണി ഭവന്തോ. ഞങ്ങൾക്ക് അത് മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. എന്ത് നടക്കുമ്പോഴായാലും ഇരിക്കുമ്പോഴായാലും പനി വരുന്ന സമയത്തായാലും വിഷമങ്ങൾ വരുന്ന സമയത്തായാലും ഭഗവാനെ
അവിടുത്തെ നാമങ്ങൾ, ഞങ്ങളുടെ തിരുനാമം ആ നാവിൻ്റെ തലപ്പത്ത് വരണേന്ന് ഒരനുഗ്രഹം. പിന്നെ ഇപ്പം എന്തായ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ആഗ്രഹമുണ്ട്. എന്താ അറിയോ? ഭവാദൃശിയും ആശാസാന രാജർഷി അപത്യകാമ പ്രജാം ഭവാദൃശിയും, അവിടുത്തോട് സദൃശ്യനായിരിക്കുന്ന ഒരു പുത്രനെ ഇദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ഇപ്പോൾ പണമുള്ള ആൾക്കാരെടുത്തിട്ടേ എന്തും കൊടുക്കാൻ സാധിക്കും, അത്രയേ ഉള്ളൂ. ഉമി ചോദിച്ചാൽ അത്ര വഷളാണ് ഞങ്ങൾക്കറിയാം. എന്നാലും ഒരു പ്രജ അവിടുത്തെ പോലെ ഭഗവാൻ അങ്ങോട്ട് ചിരിച്ചു എന്നാണ്. ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ വാക്കുകളൊന്നും അവിതഥ ഭവദ്ഭിർ അവിതഥ ഗീർഭിർ, സ്പഷ്ടമാക്കാത്ത വാക്കുകളാണെന്നാണ്. അതായത് സ്പഷ്ടമാക്കാത്ത വാക്ക് വെച്ചാൽ അവർ കൊഞ്ഞി പറഞ്ഞു എന്നല്ല അർത്ഥം. വാക്കൊക്കെ വിസ്തരിച്ച് തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഈ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. എന്താ കാരണം എന്നറിയോ? അങ്ങനത്തെ ഒരു വരാ ചോദിച്ചത്. ഒന്നുകൂടി ചോദിച്ചത് എന്താ പറഞ്ഞത്? അത് തെളിവായില്ല. എന്താ കാരണം എന്നറിയോ? യഥമുഷ്യാത്മജോ മയാതദൃശോ ഭൂയാതിഥി, എന്നെപ്പോലൊരു ഉണ്ണി ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞത്? മമാഹമേവ അഭിരൂപ, ഞാൻ എന്നെപ്പോലെ വേറൊരാളില്ല. എന്നെപ്പോലെ ഉണ്ണി ഉണ്ടാവണത് എന്നെപ്പോലെ ഞാൻ വേറൊരാളില്ല. ബ്രഹ്മവാദോ ന മൃഷാഭവിതുമർഹതി, നിങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ട് ബ്രാഹ്മണരെ, അത് ന മൃഷാഭവിതും, അത് കളവായി പോകാനും പറ്റില്ല. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാളില്ലാത്തത് കൊണ്ട്, നിങ്ങളുടെ വാക്ക് വ്യർത്ഥാക്കാൻ പറ്റാത്തത് കൊണ്ട്, കാരണം നിങ്ങൾ കഥ ഭവിതു മമൈവ ഹി മുഖം യത് ദ്വിജദേവ കുലം, എൻ്റെ മുഖം എന്താ? ബ്രാഹ്മണരാണ്. അപ്പം ബ്രാഹ്മണർ കളവ് പറഞ്ഞാൽ ഞാൻ കളവ് പറഞ്ഞ പോലെയാണ്, അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അവതരിക്കാമെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അങ്ങോട്ട് അവതരിച്ചു. ഗംഭീരമായിട്ട് അവതരിച്ച സമയത്ത് എന്തിനാ വേണ്ടിയിട്ടാണ് അവതരിച്ചത് എന്നാണെങ്കിൽ, ഈ യോഗി പരമഹംസന്മാരുടെ യോഗചര്യയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചത്. അങ്ങനെ അതിൽ ഇന്ദ്രൻ്റെ മകളായിരിക്കുന്ന ജയന്തിയിൽ 100 കുട്ടികളുണ്ടായി. ഭരതൻ മൂത്തയാള്, ജ്യേഷ്ഠോ ശ്രേഷ്ഠ ഗുണ. പിന്നെ 81 മഹാബ്രാഹ്മണരായിട്ട്, 9 നവയോഗികളായിട്ട്, 9 സാമന്ത രാജാക്കന്മാരായിട്ട് തീർന്നു. ഇനി അദ്ദേഹം വേണ്ട പോലെ ആചരിച്ചു, മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു എന്നാണ്. അങ്ങനെ വേണമെന്ന നായം ദേഹോ ദേഹഭാജാം ലോകെ കർത്താൻ കാമാനർഹതേ വിഭുജാം യേ തപോ ദിവ്യം പുത്രഗായേന സത്വം ശുദ്ധ്യേസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. നമ്മളെ മനുഷ്യ ശരീരം കിട്ടിയതേ നമ്മളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാട്ടത്. ഇപ്പോൾ ഒരു ഋഷഭയോഗീശ്വരൻ പറയണതല്ല, നമ്മളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സമ്പ്രദായമാണ് പറഞ്ഞത്. അതേ കുട്ടികളെ, ഈ ശരീരം കിട്ടിയത് മറ്റുള്ള മൃഗങ്ങളെ പോലെ നമുക്ക് ജീവിച്ച് തിന്ന് 3 കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ട്. എന്താ? ഉറക്കം, മൈഥുനം, ഭക്ഷണം. ഇത് 3 എല്ലാവർക്കും, എല്ലാ ജീവികൾക്കും ഉണ്ട്. ഈ 3 മനുഷ്യന്മാർക്കുള്ളൂ എങ്കിൽ അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മുടെ ശരീരം കിട്ടിയ തപസ് ചെയ്യാനാണ്, ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതുണ്ടാക്കുക വേണ്ടത്. അപ്പം എന്താ ചെയ്യേണ്ടത്? മഹൽ സേവാം ദ്വാരമാഹുർ വിമുക്തേ. ഇതിന് രക്ഷപ്പെട്ടു പോകണമെച്ചാൽ ഒരു മാർഗ്ഗമേ ഉള്ളൂ. മഹൽ സേവാം, മഹാത്മാക്കളെ സേവിച്ചോളൂ. തമോദ്വാരം യോഷിതാം സംഗം. നമുക്ക് നരകത്ത് പോകണമെന്ന മോഹം, അത്തരത്തിലുള്ള ആൾക്കാർ വിഷയങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരെടുത്തേക്ക് യോഷിത സ്ത്രീകളോടും സ്ത്രീസംഖ്യകളോടുള്ള സഖ്യമുള്ള ആളുകളോട് കൂടെ പോയിക്കോളൂ, എന്നാൽ നരകത്തേക്കും പോകാൻ സാധിക്കും. പിന്നെ ആരാ മഹാത്മാക്കൾ എന്ന് പറഞ്ഞു? എല്ലാവരിലും സമഭാവനയോട് കൂടിയിട്ട്, സുഹൃദ്ഭാവത്തോടു കൂടിയിട്ട്, വിമന്യവ, ആരോടും ദേഷ്യമില്ലാതിരുന്ന്, സാധവോയെ, അങ്ങനെ സജ്ജനന്മാരായിരിക്കുന്ന സത്യഗുണത്തിൻ്റെ ആൾക്കാരാണ് മഹാത്മാർ. അവരെ സേവിച്ചോളൂ എന്ന് പറയുകയാണ്. ഇങ്ങനെ എല്ലാ തരത്തിലും ഭഗവാനെ സേവിക്കുക വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സേവിച്ചാൽ മാത്രം പോരാ, നമ്മൾ എല്ലാവരെ കൊണ്ടും, രാജാവ് പ്രജകളെ കൊണ്ടും, ഗുരു ശിഷ്യനെ കൊണ്ടും ഒക്കെ സേവിപ്പിക്കണം. ഗുരുർന സസ്യാൽ, അങ്ങനെ ഒരു ശ്ലോകം ഒരു ഗംഭീരമായിട്ട് ചെയ്യുക. എന്താ പറഞ്ഞത്? ഗുരുവല്ല, ഭഗവാനെ ഈ സംസാരസാഗരത്തിൽ നിന്നും മോചിപ്പിക്കാൻ വേണ്ട ഉപായം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ ഗുരുവല്ല, അച്ഛനല്ല, അമ്മയല്ല, ഒക്കെ വേണ്ട വാങ്ങിക്കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഭഗവാനെ സേവിക്കാൻ
ആ വിവരങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത സമയത്ത് രണ്ടാമത് പറഞ്ഞു അക്ലിഷ്ടബുദ്ധ്യാ ഭരതം ഭജധ്വം, ഭ്രാതൃസ്നേഹം ഉണ്ടാവണമെന്നും പറഞ്ഞു. അതായത് നിങ്ങൾ ഈ മൂത്ത ജ്യേഷ്ഠനായിരിക്കുന്ന ഗുണങ്ങളെ കൊണ്ടും എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായിരിക്കുന്ന ഭരതനെ നിങ്ങൾ സേവിക്കൂ, അദ്ദേഹം രാജ്യം ഭരിക്കും, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഭഗവാൻ സേവിക്കുക. അങ്ങനെ ഭ്രാതൃസ്നേഹം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ബ്രാഹ്മണ ഭക്തി ഉണ്ടാവണമെന്ന് ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞ ദേവാ ഭൂതേഷു വീരുഭ്യ ഉദുത്തമായേ സരീസൃപാത്തേഷു സ്വബോധനിഷ്ഠ തതോ മനുഷ്യാ പ്രമഥാസ്തതോപി ഗന്ധർവസിദ്ധാ വിബുധാനുഗായേ ദേവാസുരേഭ്യോ മഖവൽ പ്രധാന ദക്ഷാദയോ ബ്രഹ്മസുതാസ്തു തേഷാം ഭവപരശോധ വിരിഞ്ച വീര്യ സമൽപരോഹം ദ്വിജദേവദേവാ. ഗംഭീരമായിട്ട് ഈ കല്ല് മരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ശ്രേഷ്ഠമാണ്. എങ്കിലും ഇതിനേക്കാൾ ശ്രേഷ്ഠങ്ങളാണ് വൃക്ഷങ്ങൾ എന്നാണ് പറയുക. ആ വൃക്ഷങ്ങളെക്കാളിലും ശ്രേഷ്ഠമാണ് ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ജന്തുക്കൾ. ആ ഇഴഞ്ഞ് സഞ്ചരിക്കുന്ന ജന്തുക്കളെക്കാൾ ശ്രേഷ്ഠമാണ് പശു മുതലായിരിക്കുന്ന ജന്തുക്കൾ. ആ പശുവിനേക്കാളും ശ്രേഷ്ഠമാണ് മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരെക്കാളും ശ്രേഷ്ഠമാണ് ഭൂതപ്രേത പിശാചുക്കൾ. അതിനേക്കാളും ശ്രേഷ്ഠമാണ് ഗന്ധർവന്മാർ, സിദ്ധന്മാർ. അതിനേക്കാളും ശ്രേഷ്ഠമാണ് അസുരന്മാർ. അതിനേക്കാളും ശ്രേഷ്ഠാണ് ദേവന്മാർ. ആ ദേവന്മാരിൽ വെച്ച് ഭൃഗു മുതലായിരിക്കുന്ന ദക്ഷൻ മുതലായിരിക്കുന്ന ആളുകൾ ഇതിനേക്കാളും ശ്രേഷ്ഠാണ്. അതിനേക്കാട്ടിലും ശ്രേഷ്ഠനാണ് ബ്രഹ്മാവ്, അത് മഹാദേവൻ. അതിനേക്കാട്ടിലും ശ്രേഷ്ഠനാണ് ബ്രഹ്മാവ്. അതിനേക്കാട്ടിലും ശ്രേഷ്ഠനാണ് ആര്? ഭഗവാൻ. എത്ര ശ്രേഷ്ഠത പറഞ്ഞു! ആ ഭഗവാൻ ഈ മഹാബ്രാഹ്മണരുടെ പാദസേവ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ മഹാബ്രാഹ്മണരെ ബഹുമാനിക്കണം. ആ ബ്രാഹ്മണർക്ക് നിങ്ങൾ അഗ്നിയിൽ ഹോമിച്ചതുകൊണ്ട് കാര്യമില്ല. അതിനെക്കാട്ടിലും സന്തോഷം ഈ മഹാബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതിലാണ് എന്നുള്ള അവരുടെ വൈശിഷ്ട്യം ഗംഭീരമായിട്ട് പറഞ്ഞു. ആരാണ് ഇവരെന്ന് കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? മഹാബ്രാഹ്മണരിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അവരുടെ സ്വഭാവങ്ങളും ലക്ഷണങ്ങളും ഗംഭീരമായിട്ട് പറഞ്ഞു. ധൃതാ തനൂരുഷതി മേ പുരാണി ഏനേഹ സത്വം പരമം പവിത്രം സമോദമസത്യമനുഗ്രഹശ്ച തവ തിതിക്ഷാനുഭവശ്ച യത്ര മത്തോപ്യനന്താൽ പരതസ്മരസ്മാൽ സ്വർഗാപവർഗാധിപതേർന്ന കിഞ്ചിൽ യേഷാം കിമു സ്യാദിതരേണ തേഷാം അകിഞ്ചനാനാം മൈ ഭക്തിഭാജാം. എല്ലാം കൊടുക്കാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. ദേവന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ സ്വർഗവും അപവർഗ മോക്ഷവും ഇഹത്തിലും പരത്തിലും ഉള്ള സുഖങ്ങൾ മുഴുവൻ കൊടുക്കാൻ കഴിവുള്ള ഭഗവാനെ സേവിച്ചിട്ട് ഭഗവാൻ എന്ത് വേണമെന്ന് ചോദിക്കുന്ന സമയത്ത് ആ ഭഗവാൻ കിഞ്ചിൽ ഒന്നും വേണ്ട ഭഗവാനെ, അവിടുത്തെ ആ പാദത്തിൽ ഭക്തി ഉണ്ടായാൽ മതിയെന്ന് ആരാണോ പറയണത് അവരാണ് മഹാബ്രാഹ്മണര്. അങ്ങനെയുള്ള ആ മഹാബ്രാഹ്മണരെ സേവിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാ ഭൂതങ്ങളിലും ഈശ്വരനെ കാണണം എന്നുള്ള ഭാവം കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തു. വേണ്ട വിധത്തിലൊക്കെ ചെയ്തു. അതിനുശേഷം ഈ എന്തിനാണോ താൻ അവതരിച്ചത് ആ ഉദ്ദേശം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു യോഗിയെപ്പോലെ ആരോടൊന്നും മിണ്ടാതെ ആരോടൊന്നും സംസാരിക്കാതെ ഒരു ഭ്രാന്തനെ പോലെ ഉന്മത്തനെ പോലെ ജഡനെ പോലെ ലോകത്തിൽ മുഴുവൻ സഞ്ചരിച്ചു. അതിനു വേണ്ടിയിട്ട് ഗോമൃഗകാകചര്യ പശുവിനെ പോലെയും കാക്കയെ പോലെയും മറ്റുള്ള ജന്തുക്കളെ പോലെയൊക്കെ ഭക്ഷിക്കലും കിടക്കലും പാമ്പിനെ പോലെയൊക്കെ സഞ്ചരിക്കലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് ആ യോഗചര്യ നടത്തി. അവസാനം ഒരു കാട്ടുതീ വന്നു എന്നാണ്. ആ കാട്ടുതീ വന്ന സമയത്ത് അനവധി ജന്തുക്കൾ തീയിൽപ്പെട്ട് വെന്തു മരിക്കും. അപ്പം ഈ കാരുണ്യം കൊണ്ട് ഋഷഭദേവൻ ചിന്തിച്ചു താനും കൂടി ഈ കാട്ടുതീയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചിട്ട് തൻ്റെ ശരീരം ഇതിലങ്ങോട്ട് ഉപേക്ഷിച്ചാൽ തന്നോടുകൂടെ മരിച്ചു ജീവൻ ഉപേക്ഷിക്കാൻ സാധിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഇവർക്കൊക്കെ മോക്ഷം കിട്ടും. ആ കാരുണ്യം കൊണ്ട് ആ കാട്ടുതീയിലേക്ക് ഭഗവാൻ പ്രവേശിച്ചു. ആ ഭഗവാനോടുകൂടി ജീവൻ ത്യാഗം ചെയ്ത എല്ലാ ജന്തുക്കൾക്കും മോക്ഷം കിട്ടിയെന്നാണ്. ഇത് കേട്ട സമയത്ത് പരീക്ഷത്തിന് അത്ഭുതമായി എന്നാണ്. ഇത് മോക്ഷം കിട്ടേ
ഇതൊക്കെ കേട്ട സമയത്ത് അപ്പം പറഞ്ഞു, അതെ രാജൻ പതിർ ഗുരുരലം ഭവതാം യദൂനാം ദൈവം പ്രിയ കുലപതി ക്വച കിങ്കരോ വാ അസ്ത്വേവമംഗ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി കരിഹിതിൽ സ്മന ഭക്തിയോഗം. അത്ഭുതപ്പെടുന്നും വേണ്ട. ഇപ്പം നിങ്ങളോടൊക്കെ കാണിച്ച ഈ കാര്യമല്ലേ, ദൂതനായിട്ടും സൂതനായിട്ടും ഉപദേഷ്ടാവായിട്ടും ഒക്കെ നിങ്ങൾ കൂടെ നിന്നിട്ടില്ലേ? ഇതുപോലൊന്നും ഭഗവാൻ എല്ലാവർക്കും നിന്നോളണമെന്നില്ല. അപ്പോൾ ധർമ്മപുത്ര മഹാരാജ അങ്ങേക്ക് നിന്ന പോലെ ഭഗവാൻ എല്ലാവർക്കും നിൽക്കും അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഈ ഭക്തി ദാസനായിട്ട് നിൽക്കും തോന്നുന്നുണ്ടോ? അതൊന്നും എല്ലാവർക്കും കിട്ടില്ല. നിങ്ങൾക്ക് മാത്രം കിട്ടിയ സൗഭാഗ്യമാണ്. മുകുന്ദോ മുക്തിം ദദാതി. ഭഗവാൻ മുക്തി എല്ലാവർക്കും വാരിക്കോരി കൊടുക്കും. പക്ഷേ കർഹിതിൽ സ്മര ഭക്തി യോഗം. ഭഗവാന്റെ പാദാരവിന്ദത്തിലുള്ള സ്നേഹം ഉണ്ടല്ലോ, ഭഗവാനെ വിട്ടുപിരിയാൻ വയ്യാന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ, അത് അങ്ങനെ ആർക്കും ഭഗവാൻ കൊടുക്കില്ല. പരീക്ഷിച്ചേത് ആ ഋഷഭയോഗീശ്വരൻ്റെ ഉപദേശത്തോടുകൂടി ഇന്നേക്ക് ഏൽപ്പിച്ച കഥ ചുരുക്കിയൊക്കെ ഒന്ന് പറഞ്ഞു. അത്രേ പറയാൻ പറ്റുള്ളൂ. കുറേ ശ്ലോകങ്ങളൊക്കെ വിട്ടു. എന്നാലും തരായി ഭഗവാന്റെ അടുത്ത് വരാനും കുട്ടിച്ചാത്ത ഭഗവാന്റെയും അമ്മ ഭഗവതിയുടെയും ശ്രീകൃഷ്ണ ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അറിയില്ല എന്തൊക്കെയോ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഇവിടെ കയറിയിരിക്കുമ്പോഴും അങ്ങനെയാണ്. എന്താ പറയാൻ കിട്ടാച്ചാൽ അതൊക്കെ ഉണ്ട് പറയുക, അങ്ങനെയുള്ളൂ. അത് ചിലപ്പം യോജിച്ചതാവും, ചിലപ്പോൾ യോജിക്കാത്തതാവും, ഒന്നും പറയാൻ സാധിക്കില്ല. അതൊക്കെ വേണ്ട വിധത്തിൽ ഭഗവാൻ പറയിപ്പിച്ചു. മാത്രമല്ല ഈ 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് ഈ നടത്തുന്ന വലിയൊരു കാര്യമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്നാണ്. കാരണം നമ്മൾ ഭഗവാനെ സേവിച്ചതുകൊണ്ട് കാര്യമില്ല. ഒരാൾക്കെങ്കിലും നമ്മൾ കാരണം അന്നദാനം കൊടുക്കണമെന്ന അന്നദാനം നടത്തിയാൽ പോരെ ചോദിക്കുന്നതാണ്. ഈ അന്നദാനം കൊടുത്താലൊക്കെ നമ്മൾ നല്ലത് പറയുന്നത് കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എത്ര നന്നാക്കി കൊടുത്തിട്ടും നമ്മൾക്ക് കാര്യമില്ല. കാരണം അതിലൊരു കുറ്റം കണ്ടെത്തുന്ന ആൾക്കാർ. കാരണം നമ്മുടെ മനസ്സിൽ നന്മ ഉണ്ടെങ്കിൽ ഒക്കെ നന്നാവും. നമ്മുടെ മനസ്സിൽ നന്മ ഇല്ലെങ്കിലോ ഒന്നും നന്നാവില്ല. ആരെത്ര ചെയ്താലും നന്നാവില്ല. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത് അതുപോലെയല്ല. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഭാഗവതം കേൾക്കാനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കുക വലിയ അനുഗ്രഹം. ഭഗവാന്റെ അനുഗ്രഹമുള്ള ആളുകൾക്ക് ആ തരത്തിൽ തോന്നുള്ളൂ, നടത്താനും പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഇതുവരെ എന്തൊക്കെയോ പറഞ്ഞത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രഭാഷണം പൂർണ്ണമായി കേട്ടിട്ട് വേണം ഇതിനെപ്പറ്റി വല്ലതും പറയാൻ. അപ്പോൾ മലബാറിനെ പറഞ്ഞു പ്രഭാഷണത്തെ പറ്റി എന്നത് പറയണം. ഞങ്ങളുടെ മുമ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും പ്രഭാഷണം കേട്ടു എന്ന് മാത്രമല്ല എല്ലാ പോയിന്റും വിജയിച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും വിട്ടു പോകാതെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും പറയില്ല, കൃത്യമായി കേട്ടിട്ടാണ് മുരളിയുടെ പ്രഭാഷണത്തെ പറ്റി അഭിപ്രായം പറയുന്നത് അർത്ഥം. അപ്പോൾ കൃത്യം 4:30 മുരളിയെ പ്രഭാഷണത്തിന് വിളിച്ചു. 6 മണി വരെയാണ് സമയം കൊടുത്തത്. കൃത്യമായും ആ സമയം പാലിച്ചുകൊണ്ടാണ് മുരളി ആ പ്രഭാഷണം ചെയ്തത്. കൈയടിച്ചു. അതിനാൽ ഏറ്റവും എടുത്ത് പറയാനുള്ള ഒരു പോയിന്റ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, മുരളിക്ക് കൊടുത്ത വിഷയം, ആ വിഷയങ്ങൾ ഒരു വിഷയം പോലും വിട്ടുപോകാതെ, അതായത് അങ്കൻ്റെ കഥ പറഞ്ഞു, വേദൻ്റെ കഥ പറഞ്ഞു, പൃഥുവിൻ്റെ കഥ പറഞ്ഞു, അതുപോലെ പുരഞ്ജനോപാഖ്യാനം വളരെ ചുരുക്കിയാണെങ്കിൽ അതും ഒന്ന് സൂചിപ്പിച്ചു. പിന്നീട് അവസാനത്തെ 2 അധ്യായത്തിലുള്ള പ്രജയരസുകളുടെ കഥ സൂചിപ്പിച്ചു. പഞ്ചമസ്കന്ധത്തിലുള്ള പ്രിയവ്രതൻ്റെയും അംഗീത്രൻ്റെയും നാഭിയുടെയും വൃഷഭൻ്റെയും കഥകളൊക്കെ വർണ്ണിച്ച് ആ വിഷയം കൊടുത്തിട്ട് ഒരു ഭാഗം പോലും വിട്ടുപോകാതെ അതിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളൊക്കെ ശരിക്കും എടുത്തിട്ട് തന്നെയാണ് കൃത്യം 90 മിനിറ്റ് സമയം കൊണ്ട് ആ പ്രഭാഷണ ഭഗവാന്റെ ഭാഗങ്ങളിൽ വളരെ നല്ല രീതിയിലാണ്
മുരളി അവതരിപ്പിച്ചത് എന്നാണ് നേരെ മുമ്പിൽ നിന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ തന്നെ പറയാം. കാരണം ഭാഗവതം ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് ഭാവത്തെ പറ്റി. ആ ഭാവം വാസ്തവത്തിൽ ഭക്തിഭാവമാണ്. അപ്പം മുരളി പ്രഭാഷണം തുടങ്ങി തന്നെ ഭാവഗ്രാഹി ജനാർദ്ദനഃ എന്ന് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൊണ്ടാണ് പ്രഭാഷണം തുടങ്ങിയത്. പിന്നെ ഇടയ്ക്ക് തന്നെ ചെറിയ ചെറിയ തമാശകളൊക്കെ മുരളി പറഞ്ഞിരുന്നു. അതിൻ്റെ ഒന്ന് എന്താ അമ്മായിയമ്മയും പരിമളർക്കും കൂടി ബസ്സിൽ സീറ്റ് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അതുപോലെ നല്ലവണ്ണം എന്ന് പറയുന്ന ചോക്ക് പോലും ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ച് നിർത്തും. അങ്ങനെയുള്ള അങ്ങനെ കുറച്ച് അധികമൊന്നും പറയാതെ കുറച്ച് തമാശകളൊക്കെ പറഞ്ഞു. അതുപോലെ ഏകദേശം 4:40 തുടങ്ങിയപ്പോൾ 4:40 മുതൽ 5 മണി വരെ അങ്കൻ്റെയും പേരൻ്റെയും കഥ പറഞ്ഞു. 5 മണി മുതൽ 5:25 വരെ പൃഥുവിൻ്റെ കഥയാണ് വളരെ ചുരുക്കി പറഞ്ഞത്. 5:25 മുതൽ 5:35 വരെ ഗുരുച്ചനൻ്റെ കഥ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് സൂചിപ്പിച്ചു. 5:35 മുതൽ 5:40 വരെയുള്ള സമയം കൊണ്ട് പ്രജേരസുകളുടെ കഥയാണ് മുരളിയുടെ പറഞ്ഞത്. സമയം പോലെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. 5:40 മുതൽ 5:50 വരെയുള്ള സമയം കൊണ്ട് പ്രിയവ്രതൻ്റെയും ആഗ്നേയത്തിൻ്റെയും അതുപോലെ നാഭിയുടെയും കഥ പറഞ്ഞു. അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയത് ഈ സ്വതവേ ഈ അഭികഥ കീർത്തി എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഭാഗവതത്തിൽ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പറയാനാവില്ല. പക്ഷെ അതിലൊരുപാട് പദങ്ങളുടെ അർത്ഥം പോലും മുരളി തന്നെ പ്രഭാഷണത്തിൽ സൂചിപ്പിക്കേണ്ടായി. അതുപോലെ പാഖണ്ഡപദം എന്താണെന്ന് നമുക്ക് പലപ്പോഴും അറിയില്ല. എന്താണ് പാഖണ്ഡപദമെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതും നമ്മുടെ മുരളി പറയുകയുണ്ടായി. അതുപോലെ വൃഷ എന്ന് പറയുന്ന ചില പദങ്ങളുണ്ട് ഭാഗവതത്തിൽ. അതിൻ്റെയൊക്കെ അർത്ഥം ഏതൊരു കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ കുറേ ഉണ്ട്. അങ്ങനെ ഞാൻ സൂചിപ്പിച്ചു, 1-2 സൂചന മാത്രം. അതുകൊണ്ട് വൃഷഭാവധാനം സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ യോഗചര്യകളെ പറ്റി പറഞ്ഞു. അങ്ങനെ തനിക്ക് അനുവദിച്ച സമയം പൂർണ്ണമായും ഉപയോഗിച്ച് ഒരിക്കലും പോലും ഭാഗവതത്തിലെ ആ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്ന് വിട്ടുപോകാതെ ഇത്രയും നേരം നമ്മളെ ഭാഗവത രസം കൊണ്ട് ആനന്ദിപ്പിച്ച നമ്മുടെ ആക്കോട് മുരളീധരന്മാരാർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞാൻ ഒന്നും കൂടി ഇങ്ങനെ ആലോചിച്ചു, എൻ്റെ മുരളിക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത് അതെനിക്ക് തോന്നുന്നത് കുറേ കാലം മുമ്പ് ഞാനിവിടെ പാടേരിയിലെ ഒരു സപ്താഹത്തിന് വന്നിരുന്നു. അപ്പം അന്ന് നമ്മുടെ നീലാണ്ടപ്പനാണ് ഇവിടെ ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മുണ്ടകാശി പുല്ലുവന്നുള്ള ആ നീലാണ്ടപ്പൻ്റെ അനുഗ്രഹം ആ പരമ്പരയിൽ നല്ലതുപോലെ ആ മുരളിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ ഈ ലോകം മുഴുവനും നമ്മുടെ നാട് മുഴുവനും ഈ ഭാഗവത പ്രവഹിക്കാൻ ഈ സുല്ലഭൻ്റെ പിറന്നാൾ ഒരു കാരണമായി തീരുകയാണ്. ഏതായാലും മുരളിക്ക് ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഇനി അടുത്തതായി പ്രഭാഷണം ചെയ്ത നമ്മുടെ ആക്കോട് മുരളീധരന്മാരാർക്ക് ഒരു ചെറിയ ഒരു ആദരം സമർപ്പിക്കുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. സുനിലപ്പനാണ് അദ്ദേഹത്തിന് ആദരം സമർപ്പിക്കുന്നു. നാമം ചോദിച്ചു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ